മാന്യപ്രേക്ഷകരെ വീണ്ടും സ്നേഹ നമസ്കാരം. ചൊറിയാതെ വയ്യ പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. എന്തൊക്കെയായിരുന്നു ധ്രുവ് റാത്തി അതാ മറച്ചിടാൻ പോകുന്ന നരേന്ദ്രമോദി ഇനി പിച്ചെടുക്കേണ്ടി വരും, വിദേശത്തേക്ക് രക്ഷപ്പെടേണ്ടി വരും, RSS പിരിച്ചുവിടാൻ പോകുന്നു, ഹിന്ദുക്കളെ എല്ലാവരെയും പടച്ചാണ് കയറ്റി വിടാൻ പോകുന്നു. എന്തൊക്കെയായിരുന്നു? എന്തായാലും ധ്രുവ് റാത്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരുപാട് നാളായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്രുവ് ഞാൻ ഇന്നാണ് ഈ ചങ്ങാതിയുടെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു. പക്ഷെ ഞാൻ ഇന്നാണ് യൂട്യൂബിൽ ഒന്ന് കയറി നോക്കിയത്. 2 കോടിക്ക് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയൊരു രാജ്യദ്രോഹി. ഈ വലിയ രാജ്യദ്രോഹി എന്ന് ഞാൻ പറയാൻ കാരണം, നരേന്ദ്രമോദി സർക്കാരിനെ മറച്ചിടാൻ വേണ്ടി വ്യത്യസ്ത ചാനലുകളിലൂടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോലും ഇരുന്നു കൊണ്ട് വ്യത്യസ്ത രീതിയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ വാർത്തകൾ പടച്ചുവിട്ട ഈ ധ്രുവ് റാത്തി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ഹിന്ദു നാമധാരിയാണ്. ആ ഒരു ഹിന്ദു നാമധാരി ഒരു ഹിന്ദിക്കാരൻ തന്നെ ഇത്രയ്ക്ക് ഒരു ഭാരതീയൻ തന്നെ പറയുമ്പോൾ എത്രത്തോളം സത്യമാണ് എന്ന ധാരണയോടുകൂടി നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിലുള്ള ആളുകളൊക്കെ വിശ്വസിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്കെതിരെ അതല്ലെങ്കിൽ NDAക്കെതിരെ BJPക്കെതിരെ വോട്ട് ചെയ്തുകൊണ്ട് 400-ന് മുകളിൽ പ്രതീക്ഷിച്ച നരേന്ദ്രമോദിജിയെ വളരെ നിരാശനാക്കിക്കൊണ്ട് 300-ന് താഴോട്ട് കൊണ്ടുവരാൻ പറ്റിയ അതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ഒരുത്തരം തന്നെയാണ് ധ്രുവ് റാത്തി. ഈ ധ്രുവ് റാത്തിയെ കുറിച്ചുള്ള ഒരു വിവരം കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് എനിക്ക് കിട്ടി. അത് ഇന്നലെയും മിനിയാന്നൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് പക്ഷേ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെ പുറത്തു വന്നൊരു വിവരമാണ്. ഒരു ചെറിയൊരു വിവരം ഞാനൊന്ന് ഇവിടെ വായിക്കാം. ഹിന്ദുവായി വേഷം ഇട്ടുകൊണ്ട് മോദി വിരുദ്ധ, BJP വിരുദ്ധ, RSS വിരുദ്ധ, സനാതന വിരുദ്ധ നുണകൾ പ്രചരിപ്പിക്കുന്ന ധ്രുവ് റാത്തിയെ കുറിച്ചുള്ള സത്യം പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബദ്രു റാഷിദ്, മുഴുവൻ പേര് ബദ്രുദ്ദീൻ റാഷിദ് ലാഹോരി. പാകിസ്ഥാനിലെ ലാഹോറിലാണ് അദ്ദേഹം ജനിച്ചത്. ഭാര്യ ജൂലിയും. ക്രിസ്ത്യൻ നാമമാണ് ഇബ്രാഹിമിന്റെ കറാച്ചിയിലെ രഹസ്യ ആഡംബര ബംഗ്ലാവിലാണ് അവർ താമസിക്കുന്നത്. അവിടെ അവർക്ക് ISIയുടെയും പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അങ്ങനെ പോവുകയാണ് ഈ ഡീറ്റെയിൽസ്. കൃത്യമായിട്ടും ഇതൊരു മുസ്ലിം നാമം തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം ഞാനിത് നമ്മുടെ 1-2 ബഹുമാനപ്പെട്ട മുതിർന്ന ആളുകളോട് ഞാനിത് അന്വേഷിച്ചു. അപ്പൊ അവരുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടി കിട്ടിയത് കൊണ്ടാണ് ഞാൻ 2-3 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ഈ വിവരം കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിവിടെ പങ്കുവെക്കുന്നതും. എന്തായാലും ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ISISന്റെ അതല്ലെങ്കിൽ ഈ പറയുന്ന അൽ ഖ്വയ്ദ പോലെയുള്ള ഭീകര സംഘടനകൾ അവരുടെ സുരക്ഷയിൽ ഇരുന്നു കൊണ്ടാണ് ഈ ചങ്ങാതി ധ്രുവ് റാത്തി എന്ന് പറയുന്ന ഈ ചങ്ങാതി ആ വീഡിയോകൾ എത്രത്തോളമാണ് സ്വാധീനം ചെലുത്തിയത് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് പുറത്തുവിടുന്നത്. നമ്മുടെ ചൊറിയാതെ വഴിയിൽ ഈ ഡീറ്റെയിൽസ് പറയേണ്ടതുണ്ട്. കാരണം മറ്റു മാധ്യമങ്ങളൊന്നും ഇത് പ്രസിദ്ധീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ എല്ലാവരും കണ്ടിരുന്നു എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ എല്ലാവരും കണ്ടിരുന്നു. പക്ഷേ എല്ലാ കണ്ണുകളും റഫായിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായിക്കോട്ടെ, ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരായിക്കോട്ടെ, സിനിമാ മേഖലയിലുള്ള നടീനടന്മാരായിക്കോട്ടെ, ഇവരൊക്കെ നടത്തിയ ക്യാമ്പയിൻ പക്ഷേ ഈ 9-ാം തീയതി നടന്ന കാശ്മീരിൽ നടന്ന ഒരു കൂട്ടക്കുരുതിയിൽ ഒരു കുഞ്ഞു പോലും കൊല്ലപ്പെട്ടിട്ട് അവിടേക്ക് ചെന്നില്ല, തിരിഞ്ഞില്ല ആ കണ്ണുകൾ എന്ന് പറയുമ്പോൾ അതിലെ ആ ഒരു വിരോധാഭാസം അത് നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് തന്നെയാണ് ടീച്ചർ നമ്മൾക്ക് ആദ്യം പോവാമെന്ന് കരുതുന്നത്. എങ്ങനെയാണ് ടീച്ചറെ ചൊറിയാതെ വയ്യും നമ്മുടെ ആ ഒരു വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ? ഹായ് പ്രിയമുള്ള പ്രേക്ഷകരെ, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ നമ്മുടെ ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡുമായിട്ട് പോകാൻ പറ്റുന്നുള്ളൂ. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉടലെടുക്കുന്നത് കൊണ്ടാണ് അതിന്റെ പ്രശ്നം. എന്തായിരുന്നാലും ഒരിക്കൽ കൂടി ഓരോ മാന്യ പ്രേക്ഷകരെയും ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു പാകിസ്ഥാൻകാരനായ യുവാവ് അയാള് പടച്ചുവിട്ട ചില നഗ്ന യാഥാർത്ഥ്യങ്ങൾ എന്ന രൂപത്തിൽ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ നെഞ്ചിലേറ്റിയത് കള്ളങ്ങൾ കൊണ്ടു മാത്രം പടുത്തുയർത്തപ്പെട്ട ഒരു ഗോപുരമായിരുന്നു. അയാൾ പാകിസ്ഥാൻകാരനാണ് എന്ന് തെളിഞ്ഞു. അയാളുടെ പേരെന്താണ് എന്ന് തെളിഞ്ഞു. നമുക്കറിയാം, മലദ്വാർ ഗോൾഡുമായി ഒരു പെണ്ണൊരുത്തി കണ്ണൂരിന്റെ മണ്ണിൽ വന്നിറങ്ങിയ സമയത്ത് പെട്ടെന്ന് അവരെ സുരഭി കാത്തൂണാക്കാൻ വേണ്ടി വ്യഗ്രത കൊണ്ട ഒരു കൂട്ടം മാധ്യമ പരീക്ഷകളെ നമ്മൾ കണ്ടതാണ്. അവര് സുരഭി ഖാത്തൂൺ അല്ല, സുറാബി ഖാത്തൂൺ ആണ് എന്ന് മനസ്സിലായിട്ട് പോലും ആ തെറ്റ് തിരുത്താൻ പോലും തയ്യാറായിട്ടില്ല. ഇവിടെ ഇയാൾ ഒരു ഹിന്ദു നാമധാരിയാണ് എന്ന്
മറ്റുള്ളവരോടൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പോരാളികളും കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചെങ്കിലും നമുക്കറിയാം അധികം വൈകാതെ ഈ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഇവിടെ മുസ്ലിം ജനസംഖ്യ ലോകമാസകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ ഒരു വാർത്ത പ്രചരിക്കുന്നു. ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഇത് കൂടുതൽ നമ്മൾ ഭയപ്പാടോടുകൂടി കാണേണ്ടുന്ന വസ്തുതയാണ്. ഇവിടെ ഹിന്ദുക്കൾ കൂടിയാൽ കുഴപ്പമില്ല, ക്രിസ്ത്യാനികൾ കൂടിയാൽ കുഴപ്പമില്ല, മതേതരന്മാരും കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ മുസ്ലിം ജനസംഖ്യ അധികമായാൽ മാനവികതയ്ക്ക് പ്രശ്നമാണ്, മനുഷ്യത്വത്തിന് പ്രശ്നമാണ്, മതേതരത്വത്തിന് പ്രശ്നമാണ്, ജനാധിപത്യത്തിന് പ്രശ്നമാണ്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണ് ഇവർ വർദ്ധിക്കുന്നത്. കുറച്ചങ്ങോട്ടായി കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഒന്നും വേണമെന്നില്ല, എന്നാൽ തന്നെ ഇവരുടെ രാജ്യത്തിന് വേണ്ടിയുള്ള മുറവിളി കൂട്ടും. ഇതാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും കാണുന്നത്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്ലാം മത രാജ്യമാക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ബൈജു ശ്രദ്ധിച്ചോന്നറിയില്ല, മുസ്ലിം മന്ത്രിയില്ല 3ാമത്തെ മോദി മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ നിലവിളിയാണ്. പിന്നെ ബൈജു ഇന്റർവ്യൂ ചെയ്ത സാറുണ്ടല്ലോ, അബ്ദുൽ സലാം അല്ലെ, അതുപോലെയുള്ള ആളുകളെ BJP നിർത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ ജയിപ്പിക്കരുത് എന്ന് പള്ളികൾ മുഖേന വീടാന്തരം കയറി ഇറങ്ങി ഖുർആൻ ക്ലാസ്സുകളിൽ, മദ്രസകളിൽ, മസ്ജിദുകളിലൂടെയൊക്കെ നല്ല രൂപത്തിൽ ഇവര് പ്രചരിപ്പിച്ചിട്ട് ഇപ്പൊ ഇവര് പറയാണ് മുസ്ലിങ്ങളെ മന്ത്രിസഭയിൽ എടുത്തില്ല. ഇവർക്ക് വിജയിപ്പിച്ചുകൂടായിരുന്നു. എന്നിട്ട് ഇവര് മുസ്ലിം ജയിപ്പിച്ചിട്ടല്ലേ ഇവര് പറയേണ്ടത്? നരേന്ദ്രമോദിയുടെ പാർട്ടി നിർത്തിയ ഒരാളെയും ഇവര് വോട്ട് ചെയ്ത് ജയിപ്പിക്കാതെ പിന്നീട് മുസ്ലിം മന്ത്രിയില്ല. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു കരയ്യ, റായ്ബറേലിയില് പ്രിയങ്ക ഗാന്ധി നിർത്തിയെങ്കിൽ ജയിക്കുമായിരുന്നു, നരേന്ദ്രമോദി തോക്കുമായിരുന്നു. നനച്ചാ നാം പുലിയെ പിടിപ്പേ, ആന ഉശിരി പോനാലും നനയ്ക്ക മാട്ടേ. ഇവര് കുറച്ചായി കഴിഞ്ഞാൽ ഭൂരിപക്ഷ പ്രദേശങ്ങളില് നോമ്പ് കാലത്ത് ചായക്കട വേണ്ട, ഹോട്ടലുകൾ വേണ്ട, തട്ടമിടാതെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫൈസൽ എന്ന് പറഞ്ഞവർക്ക് ഞാൻ ജിമ്മാണ്, അടിച്ച് തല ഞാൻ തകർത്ത്, നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ കാണുമ്പോഴേ ധ്രുവറാത്തി ഒന്നും നമുക്കൊരു ഇരയേ അല്ല. ഞാനൊന്നും ഈ വിഷയം ഒരു രൂപത്തിലും എടുത്തിട്ടില്ല. നരേന്ദ്രമോദിയെ തോൽപ്പിച്ചതിന് ധ്രുവറാത്തിക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് മുക്കാൽ മീഡിയകളൊക്കെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. കാരണം അത് മൈൻഡ് ചെയ്യേണ്ടുന്ന വസ്തുതയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ ജാതിയും മതവും കടത്തുന്നതല്ല, ചില വസ്തുതകൾ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോ കുവൈത്തില് നമ്മൾ കണ്ടല്ലോ ഒരു തീപിടുത്തം, കുവൈത്തിൽ തന്നെയല്ലേ ഇപ്പൊ തീപിടുത്തം, അതില് ഒരുപാട് പേര് മരിച്ചു നമ്മൾ കണ്ടത്. അവർക്കൊക്കെ നമ്മൾ അനുശോചനം അറിയിക്കുകയും ചെയ്തു. അതില് ഒരു മുസ്ലിം യുവാവുണ്ട്, ഷമീർ എന്ന പേര്, കൊല്ലംകാരനാണെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ മുഴുവനും ഷമീറിന് വേണ്ടി മാത്രം ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്റുകൾ. ഞാൻ ഒരുപാട് എനിക്കറിയുന്ന ആളുകളുടെ സൈറ്റുകളിൽ പോയി തപ്പുമ്പോൾ അതെന്താ, മറ്റവരാരും മരിച്ചവരല്ലേ, അവർക്കാർക്കും കുടുംബാംഗങ്ങളില്ലേ, അവർക്കൊന്നും ക്ഷമയും സഹനവും ഒന്നും വേണ്ടേ? ഇവിടെയാണ് മതം. കാരണം മറ്റുള്ളവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് ഇവര് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതാണ് കുറച്ച് മുസ്ലിം ഭൂരിപക്ഷമായാൽ നമ്മൾ ഭയക്കുന്ന കാര്യം. അതാണ് ഇവരെ കുറച്ച് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഈ രൂപത്തിൽ എല്ലാവരെയും ഇസ്ലാം മതത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നു. ഈ നാട്ടില് ഇവരെ ഇപ്പം ഇന്ത്യ മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം ഈ നാട്ടിൽ ഏകദേശം ഇവരായി കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കും? മറ്റുള്ളവർക്ക് നമ്മള് ഗലീബ് ചലീബ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ വിട്ടുപോകേണ്ടി വരും. ഒന്നുകിൽ മരിക്കണം, അതല്ലെങ്കിൽ മതം മാറണം, അതല്ലെങ്കിൽ നാട് വിടണം. ഈ രൂപത്തിലേ നമുക്ക് പോകാൻ പറ്റും. അതല്ലാതെ ഒരു ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കാൻ കഴിയില്ല, ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയില്ല, ഒരു മതേതരന് മതേതരനായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ ചിന്തിക്കേണ്ടത് ഇതുപോലെയുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ചില ക്രിസ്ത്യൻ നാമധാരികളും ഹിന്ദു നാമധാരികളും ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത്. കാരണം ഇവരുടെ മതത്തിനകത്ത് നിന്ന്, ഈ മതേതര രാജ്യത്തിനകത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ കൂട്ടുനിൽക്കും. നമുക്കറിയാം, ബംഗാള് മുമ്പ് സഖാക്കൾ ഭരിക്കുന്ന സമയത്ത് അവര് തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുവാണ് ചെയ്തത്. ഇന്ന് അതേ രീതി തന്നെയാണ് കേരളവും കൊണ്ടുവരുന്നത്. നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ, ഏതാണ്ട് ഈ ഭരണം അവര് തന്നെ മടുത്തു. ഇവരിനിയിപ്പോ മുസ്ലിങ്ങൾ തമ്മി തല്ലുന്നത് പോലെ ഇവരിനിയും തമ്മി തല്ലാകും. കാരണം നമ്മുടെ
രാജാവ് കാരണം മറ്റുള്ളവർക്ക് ഒരു കമ്മിയാണ് എന്ന് പറയാൻ തന്നെ നാണക്കേടുണ്ടാക്കി. അദ്ദേഹത്തിന് മാത്രമായിട്ട് ഡിക്ഷണറി, അദ്ദേഹത്തിന് മാത്രമായിട്ട് ചില പദപ്രയോഗങ്ങൾ, എവിടെ എന്ത് എപ്പോൾ പറയണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ സ്വയം ഒരു സ്വേച്ഛാധിപതിയായി വളരുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആളുകൾ തന്നെ ഇപ്പൊ പറയുന്നു, കിണ്ടി എടുത്ത് വെളിയിലിടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ബംഗാളിന്ന് ഇവര് ഭരണത്തിൽ കയ്യാളിയതോടെ ഹിന്ദുക്കളോട് ഓടിക്കൊള്ളാനെന്നാണ് പ്രതിഷേധ പ്രകടനത്തിലെ മുദ്രാവാക്യം. ഇവിടെയും അത് തന്നെയായിരുന്നു. അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തുവെച്ചോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് വിളിച്ചത് എന്തിനാ? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാനുള്ള ആയുധവുമായി ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് ഹിന്ദുക്കൾ മൊത്തം സംഘികളാണെന്നാ. അല്ല, കാശ്മീരി പണ്ഡിറ്റുകളുടെ ഗതി ബംഗാളിലെ ഹിന്ദുക്കൾക്ക് വരും. അതേ ഗതി കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വരും. കേരളത്തിലെ ഈ മതേതര ജന്തുക്കൾ ഉണ്ടല്ലോ, ഇവര് മനസ്സിലാക്കുന്നില്ല. ഇത് ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങൾ, ഒരുപാട് ലോക രാജ്യങ്ങൾ, നേതാക്കൾ ഇവരൊക്കെ തുറന്നു പറഞ്ഞിട്ടും ചില നഗ്ന സത്യങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ആ യാഥാർത്ഥ്യങ്ങൾ ഇവര് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇവര് മനസ്സിലാക്കുന്നില്ല. ആ ബംഗാളിൽ ഇവരെ വളർത്തിയതുപോലെ ഇന്ന് ഇവരെ ഈ കേരളക്കരയിലും മത തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഹമാസിന് വേണ്ടി ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. കാശ്മീരിൽ ഇന്ന് എന്താ നടക്കുന്നത്? എന്താണ്? റാഫയിലേക്കുള്ള കണ്ണുകൾ തൽക്കാലത്തേക്ക് ഇവർക്കൊന്ന് തിരിച്ചൂടെ? കാശ്മീരിലേക്ക് പറ്റില്ല. സൗദി അറേബ്യയിലെ സൗദികള് യമനികളെ, ലക്ഷക്കണക്കിന് സ്ത്രീകളെ കൊന്നൊടുക്കിയപ്പോൾ, കുട്ടികളെ കൊന്നൊടുക്കിയപ്പോൾ അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയത് ഇവരുടെ മനുഷ്യത്വമല്ല ഇവിടെയും വർക്കൗട്ട് ആകുന്നത്. ഇവിടെയും ഇവർക്ക് ജാതീയതയാണ്, മതം തന്നെയാണ് ഇവിടെയും ഇവരുടെ അടിസ്ഥാന പ്രശ്നം. അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, മതമാണ് ഞങ്ങളുടെ പ്രശ്നം. അതെ, മതം തന്നെയാണ് പ്രശ്നം. ഹമാസ് എന്ന മുസ്ലിം തീവ്രവാദികൾക്കു വേണ്ടി കരയുന്ന കേരളത്തിലെ ഇടതനും വലതനും ഉണ്ടല്ലോ. ഇവരെ ഗാസക്കാരെ ഷേവ് ചെയ്യാൻ നടക്കുന്നുണ്ടല്ലോ. കാശ്മീരികൾക്ക് മുടിയുണ്ടെന്നേ, അവർക്കും ഷേവ് അനിവാര്യമാണ്. കാശ്മീരി പണ്ഡിറ്റുകളെയും നിങ്ങൾ ഷേവ് ചെയ്യണം. അപ്പൊ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് നടക്കുക നമ്മുടെ നാട്ടിലെ ചില സംഘടനകള്. ഇത് കണ്ടിട്ട് പോലും നമ്മുടെ നാട്ടിലെ മതേതര ഊളകളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതേതരന്മാർക്കും മനസ്സിലാകുന്നില്ല. ഹിന്ദുക്കളെ, ഇവരെയൊക്കെ മുസ്ലിം തീവ്രവാദികള് വെടിവെച്ചു കൊന്നാൽ പോലും ഇവർക്ക് കരയാൻ സാധിക്കാത്തതും, ഇവര് സേവ് ചെയ്യാൻ വേണ്ടി മെഴുകുതിരിയുമായിട്ട് ഇറങ്ങാൻ കഴിയാത്തതും ഇവരുടെ തലച്ചോറ് മുസ്ലിങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇവരെ കൊണ്ട് കഴിയില്ല. നമുക്കറിയാം, പല വിഷയങ്ങളിലും വ്യക്തമായി അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ടുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ നിശബ്ദരായിരിക്കുന്നതിന് കാരണം ഇതിന്റെ പേരാണ് മതപ്രീണനം. ഇവരെ ഭയമാണ് ഇവർക്ക്. മുസ്ലിങ്ങളെ ഭയന്നു മാത്രമേ ഇവർക്ക് ഈ നാട്ടിൽ നിലനിൽപ്പുള്ളൂ. ഇപ്പോ റാഫയിലെ ജനങ്ങൾക്ക് വേണ്ടി കരയുന്നവർ ഇവരങ്ങോട്ട് പോയി ചൊറിഞ്ഞത് അറിഞ്ഞില്ലേ? ലക്ഷക്കണക്കിന് ഇസ്രായേലികളെ വധിച്ച ഈ ഹമാസ് ഭീകരരെ കുറിച്ച് ഇവർക്ക് അറിയില്ലെന്നാണോ പറയേണ്ടത്? എന്നിട്ട് നരേന്ദ്രമോദി മാറണം, നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരാണ്, മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി വീണ്ടും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. നമ്മള് 50 വർഷത്തോളം താൻ മതേതരനാണ് എന്ന് അഭിനയിച്ച മെഗാസ്റ്റാറിന്റെ തനിനിറം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇത്തരം ഒരുപാട് സ്റ്റാറുകൾ, ഇന്നത്തെ മെഗാസ്റ്റാറുകളും നാളെ അതുക്കും മേലെ വളരേണ്ടവരുമായ ആളുകൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ കടന്നുകൂടിയിരിക്കുന്നത് മതഭ്രാന്തിനെ വളർത്താനാണ് എന്നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ദുൽഖർ സൽമാൻ എന്തേ റാഫയിലേക്ക് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ? ആ ഷെയ്ൻ നിഗത്തിന് എന്തേ റാഫയിലേക്ക് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ? സാധാരണ വേദനിക്കുന്ന സകലമാന മനുഷ്യന്റെയും ഒപ്പം നിൽക്കാൻ സാധിക്കുന്നവനെയാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലി വനിതകളെ അന്ന് ഒക്ടോബർ 7-ാം തീയതി അവരുടെ സൂപ്പർ സംഗീത സദസ്സിൽ നിന്ന് പിടിച്ചോണ്ട് പോയ ആളുകൾ, അതില് ഒരു 6-7 സ്ത്രീകളുണ്ട്. ഇവരെ ഇങ്ങനെ നിരത്തി ഇരുത്തിയിരിക്കുകയാണ്. കുറച്ചുപേരെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അരയ്ക്ക് താഴോട്ട് വസ്ത്രങ്ങളില്ല, ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു ഷോമി എന്ന്, കാരണം ക്യാമറയും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ടേക്ക് എ പിക്ചർ എന്ന് പറയുന്നുണ്ട്. കാരണം ഇവരുടെ ഈ അരയ്ക്ക് താഴോട്ട് വസ്ത്രമില്ലാത്ത ചിത്രങ്ങളും വീഡിയോകളും ഹമാസ് ഭീകരർക്ക് ആവശ്യമാണ്. അവിടെ
ഏതാണ്ട് എങ്ങനെ പോയാലും ഒരു 10-25 ഹമാസ് ഭീകരരെ നിപ്പോണ്ട് ചുറ്റും. ആ സ്ത്രീകളുടെ മനസ്സ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാകും. 1000 വട്ടം ആ നിന്ന നിപ്പിൽ അവര് മരിച്ചു കഴിഞ്ഞു. അത്രയ്ക്ക് കൊല്ലാക്കൊല ചെയ്യുന്നിട്ട് ഒരു സ്ത്രീ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ശരീരമാസകലം രക്തമൊഴുകുന്നു. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇട്ട് കുത്തി ബ്ലഡ്. എന്നിട്ട് ഇവരെ വളരെ മോശമായി ദുരുപയോഗം ചെയ്യുന്നു. ലൈംഗിക വൈകൃതങ്ങൾ നടത്തുന്നത് ആ വീഡിയോയിലുണ്ട്. എന്നിട്ട് ആ സ്ത്രീയോട് നടക്കാൻ പറഞ്ഞപ്പോ സ്ത്രീക്ക് നടക്കാൻ പറ്റുന്നില്ല. ഒരു കാല് കുത്തിയാൽ മറ്റേ കാല് കുത്താൻ പറ്റുന്നില്ല. അവര് നമ്മളിൽ അക്ക് കളിക്കുന്നത് പോലെ ഞൊണ്ടി പോയി വണ്ടിക്കകത്ത് കയറുന്നതും ഷൂട്ട് ചെയ്യുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എന്നിട്ട് ഇവര് പറയുന്നത് പോലെ ചെയ്യാത്ത സ്ത്രീകളെയൊക്കെ കൊന്ന് അടുക്കി ഇട്ടിട്ടുണ്ട്. മനുഷ്യന്റെ ജീവൻ ഇത്ര വിലയേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. ഒരു കൊതുകിനോളം, ഒരു ഉറുമ്പിനോളം പോലും വിലയില്ലാത്ത ഇതുകൊണ്ടല്ലേ ലോകം ഈ ഇസ്ലാമിനെ വെറുക്കാൻ കാരണം. മുസ്ലിങ്ങളെ ലോകം ഭയപ്പാടോടുകൂടി കാണാൻ കാരണം ഇതാണ്. കാരണം ഇവരുടെ ഉള്ളിൽ തെളിയുന്നത് മനുഷ്യത്വമല്ല, മതമാണ്. മതഭ്രാന്തന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് കാണുവാണ്. രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംഖ്യയാക്കും. കാരണം അവരുടെ രാഷ്ട്രീയം ഒരുപക്ഷെ ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ. ഇനിയും അങ്ങനെ ആരെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ അവരെ പിടിച്ചു വർഗീയവാദിയാക്കും. പള്ളിയിൽ പോയാൽ കുഴപ്പമില്ല. സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ പോയാൽ സംഘി, ചാണക സംഘി, അന്ധവിശ്വാസി. മോഹൻലാൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ സംഘി, അന്ധവിശ്വാസി. മമ്മൂട്ടി പള്ളിയിൽ നിന്ന് വന്നാൽ ഓഹോ സൂപ്പർ, എല്ലാ പത്ര മാധ്യമങ്ങളുടെയും തലക്കെട്ടുകൾ അതായിരിക്കും. ഇങ്ങനെ ഇന്ത്യൻ സൈന്യത്തെ ആരെങ്കിലും പിന്തുണച്ചാൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ വ്യക്തമായ ചില അജണ്ടകൾ നടക്കുന്നുണ്ട് എന്ന് ഈ മതത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും. നമ്മുടെ TP സുൽഫത്ത് ഉണ്ടല്ലോ, അവര് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞതാ, നമ്മുടെ കുടുംബങ്ങളിലും മൊത്തം കുടുംബ സംഗമം നടത്തിയിട്ട് എനിക്ക് വോട്ട് ചെയ്യരുത്, BJP ജയിച്ചു പോയാൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് കുടുംബ സംഗമങ്ങൾ നടത്തി വീടാന്തരം കയറി ഇറങ്ങി ബ്രെയിൻ വാഷിംഗ് നടക്കുന്നുണ്ട് ടീച്ചറെ. പിന്നെ എങ്ങനെയാ ജയിക്കുക? അപ്പോഴും ഞാൻ അവർക്ക് ആത്മവിശ്വാസം പകർന്നു. ഒരു വോട്ടാണെങ്കിലും ശരി, അത് ഇത്രയും പ്രതിസന്ധികൾ ഉള്ളപ്പോൾ അത് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആണ് എന്ന് കരുതുക എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ചെറിയ ചെറിയ വിജയങ്ങൾക്ക് നമുക്ക് ചെറിയ ശത്രുക്കൾ മതി. പക്ഷെ വലിയ വലിയ വിജയങ്ങൾ കീഴടക്കണമെങ്കിൽ വലിയ ഒരു വിഭാഗം ശത്രുക്കൾ അനിവാര്യമാണ്. അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ബഹുസ്വരതയ്ക്ക് വേണ്ടി, ജനാധിപത്യ ഭാരതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നരേന്ദ്രമോദി ഒരു ഭാഗത്തും, എതിർഭാഗത്ത് നിന്നത് അത്രയും രാജ്യവിരുദ്ധർ ഒരുമിച്ചും നിന്നിട്ട് പോലും ഈ രാജ്യത്തിന് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ സംസ്കാരമാണ് നമുക്ക് വേണ്ടത്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഹമാസിനെ പോലെയുള്ള മുസ്ലിം തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ എന്നെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുമെങ്കിൽ, സംഖ്യയാക്കുമെങ്കിൽ, രാജ്യദ്രോഹിയാക്കുമെങ്കിൽ, ചാണകമാക്കുമെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആക്കുന്നതിന് മുമ്പ് തന്നെ ആകാൻ തയ്യാറാ. ഒരു കുഴപ്പമില്ല. സിനിമാ മേഖല, കല, കായികം, അതുപോലെ നമുക്കറിയാം ടൂറിസം, എല്ലാ മേഖലകളിലും ഈ തീവ്രവാദികൾ കുലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. ഇവരെ ഒന്ന് എതിർത്താൽ, ഇവർക്കെതിരെ ഒന്ന് സംസാരിച്ചു പോയാൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും. പക്ഷേ ഈ ധ്രുവ്രാത്തിയെ പോലെയുള്ള ആളുകൾ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ഒരു വാലോ തുമ്പോ പറഞ്ഞാൽ അവരെ എടുത്ത് പൊക്കിക്കൊണ്ടു നടക്കും. ബൈജുവിന് ഓർമ്മയുണ്ടോ? ഒരു താത്ത, ആ വീഡിയോ ഞാൻ ബൈജുവിന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു മുമ്പ്. ബൈജു അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ. ഒരു താത്ത നരേന്ദ്രമോദി ആരാ, നയന്റെ മോനെ, അമിത്ഷാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചീത്ത വിളിക്കുന്ന ഒരു താത്ത. പിന്നീട് മാപ്പുമായിട്ടൊക്കെ ഒന്ന് നമ്മളത് റിവ്യൂ ചെയ്തിരുന്നു. എന്നിട്ട് ഇവര് പറഞ്ഞു ഞങ്ങള് വീട്ടിലൊരു കളി കളിച്ചതാ എന്നൊക്കെ പറയുന്നില്ലേ ആ സ്ത്രീ. ആ സ്ത്രീയെ ഇവരങ്ങോട്ട് പൊക്കിക്കൊണ്ട് നടന്നു. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് രാജ്യത്തിനെതിരെയാണല്ലോ പറഞ്ഞത്, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെയാണല്ലോ പറഞ്ഞത്. പിണറായി വിജയനെ പോലെ നരേന്ദ്രമോദി ഇനിയിപ്പോ കേസോ പുക്കാറോ ഒക്കെ ആയിട്ട് വീട് വളയുമെന്നാണ് അവര് വിചാരിച്ചത്. ഇനിയിപ്പോ ഇവരല്ല, ഈ കേരളത്തിന്റെ മുഴുവൻ മുറിയന്മാരും ഒരുമിച്ച് നിന്ന് നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് വാളും പരിചയും ഉണ്ടയും കത്തിയും തോക്കും ഒക്കെ ആയിട്ട് നിന്ന് പറഞ്ഞാലും നരേന്ദ്രമോദി അത് കേൾക്കത്ത് പോലുമില്ല. കാരണം അദ്ദേഹത്തിന് വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നും സാമ്പത്തിക ഉന്നമനത്തിലേക്ക് 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുമെന്നും പ്രതിജ്ഞ എടുത്ത് കിടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും നോക്കാൻ നേരം പോലുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോ താത്താക്ക് പന്തിയല്ലെന്ന് മനസ്സിലായപ്പോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ രാജ്യദ്രോഹിയാണെന്ന് കാണുമല്ലോ, ഉടനെ തന്നെ താത്ത അവസാനത്തെ ആയുധം എടുത്ത് പുറത്തിട്ടു, മാപ്പ്. വേറെ വഴിയില്ല.
അതുകൊണ്ട് എനിക്ക് അങ്ങ് മാപ്പ് തന്നേരെ വേറെ ഒരു വഴിയുമില്ല. ഈ രൂപത്തിലാണ് നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നത്. എന്നിട്ട് ആര് നരേന്ദ്രമോദിക്കെതിരെ പറയുന്നു, ഇവരിങ്ങനെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് നടക്കാണ്. ആര് പറയുന്നു അതൊന്ന് നോക്കാം. നമ്മൾ ഇനിയും നരേന്ദ്രമോദിക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ, ഈ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പൊ പിന്നെ നമ്മൾ ഭയങ്കര 916 മതേതരന്മാരാ. ഇന്നലെ വരെ എല്ലാവരെയും തെറി വിളിച്ചുകൊണ്ട് നടന്ന ഒരു സ്ത്രീ പ്രവാചകനെ അങ്ങേയറ്റം പുലഭ്യം പറഞ്ഞു, പ്രവാചകന്റെ മാതാവിനെ പുലഭ്യം പറഞ്ഞു, പടച്ചോനെ പുലഭ്യം പറഞ്ഞു. ആ സ്ത്രീ കഴിഞ്ഞ ദിവസം എനിക്ക് കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു. അതാണ് ഏറെ രസം. കേരളത്തിലെ 14 ജില്ലകളിലും സകലമാന പോലീസ് സ്റ്റേഷനുകളിലും തട്ടിപ്പിനും വെട്ടിപ്പിനും വധഭീഷണിക്കും മറ്റുമൊക്കെയായി കേസുകളുള്ള ഒരു സ്ത്രീ എനിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്തോ വലിയ അവരെ പൊക്കിക്കൊണ്ട് നടക്കണം. ഇത്രക്കേ ഉള്ളൂ ഇവരുടെ ബുദ്ധി. എന്നിട്ട് ഇവര് പറയുന്നത് ഇവര് ഭയങ്കര മതേതരന്മാരാണ്, ഇവരുടെ മതേതരത്വം ഇത്രയേ ഉള്ളൂ. ആരാണോ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അവരെ ഇവര് പൊക്കിക്കൊണ്ടുവരും. ഇനി ആ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ആരെങ്കിലും വന്നാൽ അവരെയും ഇവർക്ക് വേണം. അതാണ് ധ്രുവറാത്തിയിലും സംഭവിച്ചത്. കാരണം നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ തയ്യാറാകണ്ടേ, അവരെ പൊക്കിയെടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം. ഞാനിതാ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം തീവണ്ടിയിൽ സീറ്റ് തർക്കത്തിന്റെ പേരിൽ തമ്മിൽ തല്ലി മരിച്ച ഒരു വ്യക്തി, അയാളെ നമ്മൾ അവരെ നമ്മൾ ചെറുതായി കാണുകയൊന്നുമല്ല. ജുനൈദ് എന്നെന്തോ പേരുള്ള ഒരു മുസ്ലിം നാമധാരിയും. ആ നാമധാരിക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഞാനടക്കമുള്ള ടീച്ചർ അടക്കമുള്ള നമ്മളെ കാണുന്ന പ്രേക്ഷകരടക്കമുള്ള ആളുകൾ അടച്ച നികുതി കാശിൽ നിന്ന് 10 ലക്ഷം രൂപയെടുത്ത് പോയിട്ടുള്ള പിണറായി വിജയൻ അവർക്ക് സമർപ്പിച്ച് തിരിച്ചു വന്നപ്പോഴേക്കാണ് അറിഞ്ഞത് ഇത് സീറ്റ് തർക്കത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതാണ്. ബീഫ് കൈവശം വെച്ച് എന്ന പേരിലാണ് പത്രമാധ്യമങ്ങൾ അത് പ്രചരിപ്പിച്ചതെന്നും അതിന്റെ പേരിലാണ് തല്ലി കൊല്ലപ്പെട്ടതെന്നും പ്രചരിപ്പിച്ച് ആ പൈസ പോയി കിട്ടിയെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. ഈ പിണറായി വിജയൻ അടക്കമുള്ള ഇപ്പൊ നമ്മൾക്കറിയാം മുഹമ്മദ് റിയാസ് ഒക്കെ റഫായിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ പി എം മുഹമ്മദ് റിയാസ്, പിണറായി വിജയന്റെ മരുമകൻ. ഇവർക്കാർക്കും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോയിട്ട് ചെറിയൊരു അനുശോചനം പോലും കാശ്മീരിൽ നടന്ന വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോയിട്ടുള്ള ആളുകളിൽ നിന്ന് അതിൽ 35-40ഓളം പേർ വളരെ ഗുരുതരമായിട്ട് ചികിത്സയിലിരിക്കുന്ന ആളുകളുണ്ട്. 10 പേർ കൊല്ലപ്പെട്ടു. അതിൽ ഒരാൾ ഒരു കുഞ്ഞായിരുന്നു, ചെറിയൊരു കുഞ്ഞ്, 4-5 വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ കിടത്തമൊക്കെയുള്ള ഫോട്ടോയൊക്കെ പ്രചരിപ്പിച്ച സമയത്ത് പോലും ഒരു ചെറിയൊരു അനുശോചനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് മറ്റൊരു വാർത്ത കൂടി നമ്മൾ കണ്ടു. വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക്, തീപിടുത്തമുണ്ടായ അവിടേക്ക് കുവൈറ്റിലേക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല മരണമടഞ്ഞവർക്ക് എല്ലാവർക്കും 5 ലക്ഷമോ 10 ലക്ഷമോ 10 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു സഹായധനമായി പ്രഖ്യാപിച്ചു എന്നുള്ള വലിയ വാർത്തകളൊക്കെ ഇടത് സൈബർ ഇടങ്ങൾ പ്രചരിപ്പിക്കുന്നത് കണ്ടു. മനുഷ്യനെ 2 കണ്ണുകൾ കൊണ്ട് കാണുക, ആ 2 കണ്ണുകൾ അത് മതത്തിന് അടിപ്പെടുക, ആ മതം ഇസ്ലാമിക മതമാണെങ്കിൽ അതിനെ അത്ര കണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആ രീതിയിലേക്ക് മാറുന്നൊരു ഭരണകൂടം എന്ന് പറയുമ്പോൾ സത്യത്തിൽ വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻസി പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് തീവ്രവാദികൾ ഞാൻ പറയുന്നത് ഹിന്ദു ക്രൈസ്തവരായിട്ടുള്ള തീവ്ര മതസ്ഥരായിട്ടുള്ള ആളുകൾ ആ തീവ്ര ചിന്താഗതിയിലേക്ക് അവരെ നയിക്കുന്നത്, അതല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇന്ന് നമുക്കറിയാം 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP 1ാം സ്ഥാനത്ത് വന്നത്. ഈ ലോക്സഭാ ഇലക്ഷൻ വന്നതോടുകൂടി 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം വരിക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല 14 മുതൽ 15% ഉണ്ടായിരുന്ന വോട്ടിംഗ് ഷെയർ 20% കുതിച്ചു കയറി. എല്ലാ മണ്ഡലങ്ങളിലും 1 ലക്ഷത്തിന് മേലെ കയറി. മാത്രമല്ല 2-3 മണ്ഡലങ്ങളിൽ മാത്രമാണ് 20 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിന് താഴെ വോട്ട് പിടിച്ചത്. സാധാരണ 60,000-70,000 വോട്ടൊക്കെ പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ 2-3 ലക്ഷം രൂപ വീതമൊക്കെ വോട്ട് പിടിച്ച് അത്ര കണ്ട് അടിവേര് എത്രത്തോളം താഴോട്ട് നീങ്ങിയോ അതിന് കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്ന് ഒരു പ്രസ്താവന ആരിഫ് ഹുസൈൻജി കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായിട്ടും ഇവർ തന്നെയാണ് ഇവിടെ BJPയുടെ പ്രചാരകർ, അല്ലാതെ കെ സുരേന്ദ്രൻ പോലും അല്ല എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ പറയേണ്ടി വരികയാണ്. അത്തരത്തിൽ ഓരോ മനുഷ്യന്റെ മനസ്സിലേക്കും കലുഷിതമായിട്ടുള്ള വിത്തുകൾ പാകിക്കൊണ്ട് ആ വിത്ത് മരമായി വളർന്ന് പന്തലിക്കുന്ന രീതിയിലേക്ക് ഇവിടെ വലതുപക്ഷ രാഷ്ട്രീയം വളർത്തിയെടുക്കുന്ന ഈ പങ്കുവഹിക്കുന്ന ഇവരുടെ ഈ ഇരട്ടത്താപ്പ് നമ്മൾ പറയേണ്ടത് തന്നെയാണ്. കാരണം കേരളത്തിൽ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 30% മേലെ അതല്ലെങ്കിൽ അടുത്ത് ഇവരെത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പോലും സംശയിക്കാനില്ല. കാരണം 2012 ശേഷം ഇങ്ങോട്ട് സെൻസസ് ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ എത്രത്തോളം ജനസംഖ്യ പെരുപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾക്കറിയില്ല. ഇന്നിപ്പോൾ 1ാം ക്ലാസ്സിലെ അഡ്മിഷൻ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അറിയുന്നത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നടക്കുന്നത്, അത് മുസ്ലിം സമൂഹം മാത്രമാണ് എന്നുള്ളത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിക്കോട്ടെ, ഇനി വേണ്ട പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ മുസ്ലിം ജനസംഖ്യ എത്രത്തോളം ആയി എന്നുള്ളത് വളരെ ഭീഷണിപ്പെടുത്തുന്ന അതല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇവന്റെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ
കാഫിറുകളായിട്ടുണ്ടെങ്കിൽ അതിലേറെ വിവരം ഈ ഭരണാധികാരികൾക്കുണ്ടായിരിക്കാം. കാരണം ഇന്നിപ്പോ സംവരണ വിഷയത്തിൽ പോലും ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ഇളകിക്കൊണ്ട് ഭരണത്തിനെതിരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും സംവരണത്തിൽ ന്യൂനപക്ഷ ആ ഒരു സംവരണം ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവർ കൃത്യമായിട്ട് രംഗത്ത് വന്നിട്ട് പോലും ഈ ഭരണാധികാരികൾക്ക് ഭയം, അതല്ലെങ്കിൽ ഒരു മാറ്റത്തിന് അവർ ചിന്തിക്കുന്നില്ല എന്നറിയുമ്പോൾ ഇവിടെ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന് പറയുന്ന ആളുകളുടെ ഒരു കോങ്കണ്ണ്, അതല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഒരു ചിമ്മിയിട്ടുള്ള ഒരു ചെറിയൊരു അംശമെങ്കിലും ഈ പറയുന്ന ഭാരത നാട്ടിൽ നടക്കുന്ന നമ്മുടെ സഹോദരരെ കൊന്നൊടുക്കുമ്പോഴും കാണിക്കണമെന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. 45-50ഓളം യാത്രക്കാരുമായി പോയിട്ടുള്ള ബസ്, അതും ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ബസ്സാണ്, ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് മാത്രമല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരത പ്രധാനമന്ത്രി 3ാമതും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഡ്രൈവർക്ക് നേരെ വെടിയുതിർക്കുക, അതോടുകൂടി ആ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ട് ബസ് കൊക്കയിലേക്ക് മറിയുക, എന്നിട്ടും വിട്ടില്ല. എന്നിട്ട് അതിന് നേരെ റോക്കറ്റ് ലോഞ്ചറുകൾ തൊടുത്തു വിടുക. അപ്പോൾ എത്രത്തോളം ക്രൂര മനസ്സാണ് ഇവരുത് എന്നുള്ളത് ടീച്ചർ പറഞ്ഞതിനും അപ്പുറം നമ്മൾ സൂക്ഷിച്ചു നോക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഒരു പ്രത്യേക മതസ്ഥർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. ഇവിടെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ദ്രുവറാത്തിമാരെ ഞങ്ങൾ കെട്ടിയിറക്കും. കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് ഞങ്ങൾ സ്വീകരിക്കും. അത് ഏതൊക്കെ രീതിയിൽ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് ചാരിറ്റി പ്രവർത്തകരൊക്കെ കൂണുപോലെ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടി നമ്മളിവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് നരേന്ദ്രമോദിജി രംഗത്ത് വന്നതോടുകൂടി തന്നെ നോട്ട് നിരോധനം ഏർപ്പെടുത്തിയത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും. പാകിസ്ഥാന്റെയും ഭാരതത്തിന്റെയും നോട്ടുകൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്ര ഒറിജിനാലിറ്റി പാകിസ്ഥാനിൽ നിന്നുള്ള കള്ളനോട്ടുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും, അത് കണ്ടെയ്നർ കണക്കിനാണ് ഇവിടെ വന്ന് ഇറങ്ങിയത് എന്നുള്ളതും കൃത്യമായിട്ട് അച്യുതാനന്ദൻ സർക്കാരിലെ CPM മുഖ്യമന്ത്രിയായിട്ടുള്ള അച്യുതാനന്ദൻ പറഞ്ഞതൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഇവിടെ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് രംഗത്ത് വരുന്ന ഇവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഈ സർക്കാരുകൾ, ആ സർക്കാർ എത്രത്തോളമാണ് ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ അവരെ പരിപോഷിക്കുന്നതെന്നും ഈ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാതെ അത് പൂർണ്ണമായിട്ട് തട്ടിയെടുക്കുന്ന ആ ഒരു പ്രീണനം എത്രത്തോളം ഉണ്ടെന്നും, ഇവിടെ മന്ത്രിമാരായാലും MLA-മാരായാലും ഇനി മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്രത്തോളമാണ് ഇതിന് മാത്രം ജീവിച്ച് ഭരിക്കുന്നതെന്നും കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൊറിയാദവയിൽ കൃത്യമായിട്ടും ഈ മരണപ്പെട്ടിട്ടുള്ള കാശ്മീരിലെ റിയാസി എന്ന് പറയുന്ന സ്ഥലം, ആ റിയാസിയും റഫയും രണ്ടും 6-ൽ തുടങ്ങുന്ന ഒരു സ്ഥലം കൂടി അത് സ്വാഭാവികമായി വന്നതാണെങ്കിൽ പോലും കണ്ണീരോട് കൂടിയിട്ടല്ല, കുഞ്ഞിന്റെ ഫോട്ടോ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ഇസ്രായേൽ പലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ കുഞ്ഞു മക്കളുടെ മൃതശരീരങ്ങൾ കടൽ തീരത്ത് കിടക്കുന്ന ഫോട്ടോയും വീഡിയോസും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ വേണ്ടി ആ ഒരു രോദനം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത്ര കണ്ട് വളർന്നത് കൂടി തന്നെ അതിലെ പൊള്ളത്തരം എന്താണ് എന്നുള്ളതും, ആരുടെ ഭാഗത്താണ് സത്യം എന്നുള്ളതും, ഇസ്രായേലാണോ പലസ്തീനാണോ അങ്ങോട്ട് കയറി ഞോണ്ടുന്നതെന്നും പിന്നീട് തിരിച്ചടി കിട്ടുന്നത് ആർക്കാണ് എന്നുള്ളതും ഈ സത്യം ലോകം അറിഞ്ഞതോടുകൂടി ഇവന്മാരുടെ ആ രോദനത്തിന് വിലയില്ലാതെ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഫണ്ട് കണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തികളിലൂടെ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പല രീതിയിലുണ്ട്. രോഗത്തിന്റെ അടിപ്പെട്ട് കിടക്കുന്ന ആളുകളെ അവരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു കൊലപാതക കേസിൽ, അതും ഒരു 17 വയസ്സിനുള്ളിലുള്ള ഒരു കുരുന്നിനെ കൊന്ന റഹീം എന്ന് പറയുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഒരു കൊലയാളി, ആ കൊലയാളിക്ക് വേണ്ടി 2 ദിവസം കൊണ്ട് 34 കോടി പിരിക്കുക. അതിന് കയ്യും കണക്കുമില്ല. 34 കോടിയാണോ 3400 കോടിയാണോ പിരിക്കപ്പെട്ടത് എന്ന് ആരും അറിയുന്നില്ല, ആരും ചോദിക്കുന്നില്ല. അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവന്മാർ വർഗീയവാദി, അതല്ലെങ്കിൽ ഇസ്ലാമുകളോടുള്ള അവരോടുള്ള വിരോധം എന്നുള്ളത് വെച്ചുകൊണ്ട് അതിനെ പരിഹസിക്കുക, അതല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടി സാമൂഹ്യ മാധ്യമത്തിലൂടെ കാണിക്കുക, അവർക്കെതിരെ കേസെടുക്കുക, അവരെ വർഗീയവാദികളായി ചിത്രീകരിക്കുക. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതം തിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനിയും കണ്ണു തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കാശ്മീർ പണ്ഡിറ്റുകൾ ഓടി എന്നിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ സിനിമയിലൂടെ കാശ്മീർ ഫയൽസിലൂടെ കണ്ടു. എന്തുകൊണ്ടാണ് കാശ്മീർ ഫയൽസ് ഈ കേരളത്തിൽ ഓടിക്കാൻ സമ്മതിക്കാത്തത് എന്നെങ്കിലും അതെങ്കിലും മിനിമം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യം ജനമനസ്സുകളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ റിഫ്ലക്ഷൻ എന്നുള്ളത് ഇവിടെ ഗോവിന്ദനും പിണറായിക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെ ജയിലിൽ അടച്ചിട്ടായാലും വേണ്ടില്ല, അവരെ കള്ള കേസുകൾ കൊടുത്തിട്ടായാലും വേണ്ടില്ല, അവരെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിച്ചിട്ടായാലും വേണ്ടില്ല, സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി മെനക്കെട്ടിറങ്ങിയിട്ടുള്ള ഭരണാധികാരികളും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പോലീസുകാരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഭരിക്കുന്ന പാർട്ടിക്കുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടത് അവരുടെ ഗതികേടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ചെറിയ പ്രതികരണത്തിന് പോലും കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിനും അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം സുരക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നവർ തന്നെ ഇവിടെ വാ തുറന്നു കഴിഞ്ഞാൽ വാ തുറക്കുന്നവനെ ജയിലിൽ അടക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഇവിടെ ചൈനയായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും
കമ്മ്യൂണിസ്റ്റ് രാജ്യമായോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം മാറുമ്പോൾ ഇനിയും ഈ പറയുന്ന കാഫിർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വാതുറക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാശ്മീർ പണ്ഡിറ്റുകൾ ഓടിയ പോലെ നിങ്ങൾക്ക് ഓടാൻ കാല് പോലും ഉണ്ടാവില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ടീച്ചറെ കൂടുതൽ അങ്ങോട്ട് ചൊറിഞ്ഞോളൂ. നമുക്കേ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ പരിതാപകരമാണ്. ഇനി നമ്മളെ എങ്ങനെയൊക്കെ കേസിലകപ്പെടുത്തിയാലും ഭീഷണിപ്പെടുത്തിയാലും കൊന്നാലും ചാനല് പൂട്ടിച്ചാലും നമ്മളെ നിശബ്ദരാക്കിയാലും ശരി, നമ്മളെ നിശബ്ദരാക്കാനേ പറ്റൂ. ഇതേ ചോദ്യവുമായി 1000 ആളുകൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെടും. ആ ചോദ്യം, നമ്മൾ ഉയർത്തിയ ചോദ്യങ്ങൾ, നമ്മൾ ഉയർത്തിയ വിമർശനങ്ങൾ, നമ്മൾ ഉയർത്തിയ ഉദ്ബോധനങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില മുൻകരുതലുകൾ എടുക്കാനുള്ള ചില നമ്മളിലുള്ള രാജ്യ സ്നേഹം കൊണ്ട് നമ്മൾ ഉയർത്തിയ ചില ചോദനകൾ, ഇതൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാകും. ഇനിയും വരുന്ന ഒരു തലമുറ ഇത് ഏറ്റെടുക്കും. ബിൻ ലാദനെ പോലെയുള്ള തീവ്രവാദികളെ പ്രകീർത്തിച്ചുകൊണ്ട് കവിത എഴുതുന്ന ജി സുധാകരനെ പോലെ ഒരു കമ്മി, അയാളുടെ മനസ്സില് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് വിമാനം ഇടിച്ചിറക്കിയ സമയത്ത് മരിച്ചു വീണ 1000കണക്കിന് ആളുകളുടെ വേദനയും കണ്ണീരും കാണാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാ? ഇത് തന്നെയല്ലേ ഇവിടെ ഹമാസിന്റെ വിഷയത്തിലും സംഭവിക്കുന്നത്? ഇത് തന്നെയല്ലേ കാശ്മീരിന്റെ വിഷയത്തിലും സംഭവിക്കുന്നത്? അപ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനോട്, ഇസ്ലാമിനോട് പ്രത്യേകിച്ച് യാതൊരു വിരോധവുമില്ലാത്ത നിഷ്കളങ്കരായ 1000കണക്കിന് ആളുകളെ തങ്ങളുടെ മതരാഷ്ട്രീയ താല്പര്യത്തിനായി ഒരു ഇസ്ലാമിക തീവ്രവാദി കൊന്നു കളഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടത് 1000കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. എത്രയോ അച്ഛനമ്മമാരുടെ വിലപിക്കലുകൾ, വിലാപങ്ങള് നമ്മൾ കണ്ടവരാണ്. സഹോദരനും സഹോദരിയും മക്കളും, എത്ര കുടുംബങ്ങളാണ് ശിഥിലമായി പോയത്. ആ വേദന കാണാൻ ഈ കേരളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മതരാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്നു നമ്മുടെ ഈ കേരളത്തിലെ മതേതര ഊളകൾക്ക്. ഇടതനും വലതനും മാറി മാറി മുസ്ലിം തീവ്രവാദത്തെ തഴച്ചു വളർത്തുമ്പോൾ മൂർക്കം പാമ്പിനാണ് പാല് കൊടുത്ത് വളർത്തുന്നത് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ അവര് തിരിച്ചറിയും. ഏതൊക്കെ രാജ്യത്താണോ കമ്മ്യൂണിസ്റ്റുകൾ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത്, അവിടെ നിന്നൊക്കെ ആദ്യം പെട്ടിയും കിടക്കയും എടുത്ത് ആ നാട് ഉപേക്ഷിക്കേണ്ടി വന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന യാഥാർത്ഥ്യം ഇനിയും ഇവര് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇവര് ശത്രുവായ അമേരിക്കയെ പാഠം പഠിപ്പിച്ചു എന്ന് പറയുന്നു. അതൊരു രാഷ്ട്രീയ വിജയമാണ് എന്ന് പറയുന്നു. സുധാകരനെ പോലെ ഒരു കമ്മി എന്തായിരിക്കും കണക്കിലെടുക്കുന്നത്? ഈ നിലപാടുകൾ തന്നെയല്ലേ മുസ്ലിങ്ങളുടെ നിലപാടുകളും? രാത്രി മുഴുവനും ഉറക്കമിളച്ച് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മുസ്ലിം നേതാക്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ് എന്ന് നോക്കി പഠിച്ച് കാച്ചി കുറുക്കി അരിച്ചെടുത്ത് അതേപോലെയുള്ള നിലപാടുകൾ തന്നെയായിരിക്കണം നമുക്കും വേണ്ടത് എന്ന് നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനൊപ്പിച്ച് പെയിന്റ് അടിക്കാൻ ഇറങ്ങുന്നത് ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിരായുധരായ, നിരപരാധികളായ, നിസ്സഹായരായ 1000കണക്കിന് ആളുകളുടെ നടുവിലേക്ക് സൂയിസൈഡ് ബോംബുമായി ജിഹാദികൾ ഇരുമ്പ് നിക്കറിട്ട് പോയി പൊട്ടിത്തെറിക്കുമ്പോഴും അവൻ ചിന്തിക്കുന്നത്, എന്റെ കല്യാണ സാധനം തകർന്നു പോകരുത്, എന്നെ പ്രതീക്ഷിച്ച് അവിടെ 72 ഹൂറികൾ കാത്തിരിക്കുന്നു. എന്റെ മതത്തിനു വേണ്ടിയാണ്. കാരണം എന്റെ പടച്ചിറബ് എന്നോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി കൊല്ലണം, കൊല്ലപ്പെടണം. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 111-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വിശ്വാസികളെ, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും എനിക്ക് തരണം. എന്തിന്? ജീവൻ സൃഷ്ടിച്ച എല്ലാത്തിനും സാധിക്കുന്ന അള്ളാഹുവിന് അതിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹു ഒന്ന് കണ്ണടച്ച് തുറന്നാ മതി, എന്തിനു വേണമെങ്കിലും സാധിക്കും. ഈ സാധാരണക്കാരന്റെ ജീവൻ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണവും എന്തിനാ ചോദിക്കുന്നത്? അപ്പോൾ നിസ്സഹായനായിട്ടുള്ളത് ആരാണെന്ന് അന്വേഷിക്കുക. ഈ അള്ളാഹുവിനു വേണ്ടി പൊട്ടിത്തെറിക്കുന്നത് എന്റെ മതത്തിന് വേണ്ടിയാണെന്ന് ബൈജു നമ്മള് ഒരുപാട് ചർച്ച ചെയ്തതല്ലേ. ഹിറ്റ് സ്ക്വാഡ്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ്, അവര് പ്രതിജ്ഞ എടുക്കുന്നതും ഇത് തന്നെയാണ്. അള്ളാഹുവിനു വേണ്ടി ഞാൻ കൊല്ലാനും കൊല്ലപ്പെടാനും ജയിലിലടക്കപ്പെടാനും തയ്യാറാണ്. ഇവൻ ഈ ചെയ്യുന്നത്, പൊട്ടിത്തെറിക്കുന്നത്, അതല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവൻ എടുക്കുന്നത് എന്റെ പടച്ചവനു വേണ്ടിയാണ് എന്നത് അവന്റെ തലച്ചോറിൽ ഇംബിൽറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവന്റേതായിട്ടുള്ള ഒരു ധാർമ്മിക ബോധമാണ്. ബാക്കി മനുഷ്യരുടെ വേദനകളെ നിസ്സാരമായി മാത്രം കാണാനേ ഇവർക്ക് കഴിയൂ. മുസ്ലിമിന്റെ കണ്ണീരിനു മാത്രം വില, മുസ്ലിങ്ങളുടെ വേദനകളിൽ മാത്രം വേദനിക്കുന്ന ഒരു മനസ്സിനെ മനുഷ്യത്വം എന്ന് പറയാൻ കഴിയില്ല. അതാണ് വർഗീയത.
മറ്റുള്ള ഗോത്രക്കാരുമായിട്ടുള്ള യുദ്ധത്തിലും സംഘർഷത്തിലും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെ ഇവർ വലിയ രീതിയിൽ ഇരവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം കൊല്ലപ്പെടുമ്പോൾ ഇവർ മൗനികളായി മാറുന്നു. ഷിയ പള്ളികളിൽ സുന്നികൾ ബോംബ് പൊട്ടിക്കുന്നില്ലേ? ഇറാനിൽ പരസ്പരം കൊന്നൊടുക്കുന്നില്ലേ? കൊല്ലപ്പെടുന്നില്ലേ? എന്തേ ഇവര് മിണ്ടാത്തത്? യമനുകളും സൗദികളും തമ്മിലുള്ള യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? സിറിയയിൽ നടക്കുന്നില്ലേ? തുർക്കിയിൽ നടക്കുന്നില്ലേ? ഇറാഖിൽ നടക്കുന്നില്ലേ? എന്തേ ഇവര് മൗനം? ആ മൗനമാണ് അപകടം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കുമ്പോൾ പാലിക്കുന്ന അതേ മൗനം നമ്മളോട് പറയുന്നത് എന്താണ്? മനുഷ്യവിരുദ്ധമായ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ സാമ്യതകളെ നമ്മൾ തിരിച്ചറിയണം. മനുഷ്യനാകണം. ഇവര് പറയുന്നതാണ് അല്ലേ? നമ്മുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചു, അതുകൊണ്ട് ആ കണ്ണടകൾ ഒന്ന് മാറ്റി വെക്കണം, എന്നിട്ട് മനുഷ്യത്വത്തിന്റെ കണ്ണടകൾ എടുത്തണിയണം. ആദ്യം അത് നിങ്ങൾക്ക് അങ്ങ് ചെയ്തൂടെ? 100 കണക്കിന് ആളുകള് സംഗീതത്തിൽ പങ്കെടുത്തു കൊണ്ടിരുന്ന സമയത്ത് അവർക്ക് സംഗീതം ഹലാല, അവർക്ക് ഹറാം ഹലാലും ഇല്ല. മനുഷ്യന് ആസ്വാദനം ലഭിക്കുന്നതും അപരനെ ഉപദ്രവിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളും എല്ലാ മനുഷ്യനും സഹജമായിട്ടും അനുവദിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതയാണ് മുസ്ലിങ്ങൾക്കൊഴികെ. അവര് സംഗീതം ആസ്വദിക്കുന്ന സൂപ്പർനോവ. അതിലേക്ക് പാഞ്ഞു കയറി യാതൊരു മുൻവൈരാഗ്യവുമില്ലാത്ത, ഒരു പ്രശ്നവുമില്ലാത്ത 2 നാടുകൾ, അവിടെയുള്ള ആളുകളെ നിഷ്കരുണം വെടിവെച്ചു കൊല്ലുകയും തലയറുക്കുകയും ചെയ്ത് 1400ഓളം ജീവനുകൾ കിടന്നു പിടഞ്ഞ ആ ഒരു സാഹചര്യമുണ്ടല്ലോ, ആ ഒരു രക്തക്കറയുണ്ടല്ലോ, രക്തപ്പുഴ ആ നാടിൽ ഒഴുകി. എന്നിട്ട് അവിടെ നിന്ന് 247 ആളുകളെ, സ്ത്രീകളെയും കുട്ടികളെ, ഇവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന സ്ത്രീകളെയാണ്, നിസ്സഹായരായ ആളുകളെ. എന്നിട്ട് ഇത് തന്നെയാണ് പ്രവാചകനും ചെയ്തിട്ടുള്ളത്. അവരെ പിടിച്ചു കൊണ്ടുവന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പൈതലുകളുടെ കഴുത്തറുക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ട് അവരുടെ മൃതശരീരത്തിൽ മലമൂത്ര വിസർജനം ചെയ്യുക, തുപ്പുക, ചവിട്ടുക. ഇങ്ങനെയുള്ള ഹമാസ് ഭീകരരെ സ്വരാജിനെ പോലെയുള്ള ആളുകൾ നായാടിയുടെ കഥ കൊണ്ട് ന്യായീകരിച്ച് വെളുപ്പിച്ചത് കണ്ടവരാണ് നമ്മൾ. അവിടെയും മരിച്ചു വീണ നിരായുധരായ ആളുകളുണ്ടല്ലോ, മനുഷ്യരാണവർ. അവരുടെ ധർമ്മയുദ്ധത്തിൽ അനിവാര്യമായ മരണം ഏറ്റുവാങ്ങിയവരായിട്ട് ഇവർ കണക്ക് കൂട്ടുന്നത് ആരെയാണെന്ന് അറിയാമോ? ഈ മേഖലയിൽ ഇസ്രായേലിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ആളുകളെ. അങ്ങോട്ട് പോയി ചൊറിഞ്ഞതാ, തിരിച്ചു കിട്ടിയപ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കുക. മതങ്ങളുടെയും ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളുടെയും കുഴപ്പമുണ്ടല്ലോ, അവയുടെ ധാർമ്മികത നിർണയിക്കുന്നത് 2 വശത്തുമുള്ള മനുഷ്യരെ പരിഗണിച്ചുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഇവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി മാറുന്നത്. അവരുടെ രാഷ്ട്രീയ വിജയങ്ങള്, അവരുടെ കൃത്യമായിട്ടുള്ള ചില അടിസ്ഥാന അജണ്ടകളാണ് ഇവർ പരിഗണിക്കുന്നത്. അതിന്റെ യുദ്ധത്തിൽ എവിടെയാണ് മനുഷ്യത്വമുള്ളത്? ഒരു സമയം ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ കൈകോർത്ത് നിന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരേ സമയം ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും കമ്മ്യൂണിസവും ഒരുമിച്ച് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണോ അതിനു വേണ്ടി തന്നെ. ഇവര് പരസ്പരം ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വരെ അവര് അടയും ചക്കരയും ഒക്കെ തന്നെ ആയിരിക്കും. 2ാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ പുസ്തകങ്ങളിൽ നിന്നും പഠിച്ച ചരിത്രമല്ല യഥാർത്ഥ ചരിത്രം. അത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളില് അഭിലാഷ് കൃഷ്ണൻ, സജീവാല, നസീർ KA ഇതുപോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതി വെക്കുന്നുണ്ട്. ജനങ്ങളൊന്നറിയാൻ യഥാർത്ഥ ചരിത്രം എന്താണെന്ന്. വളച്ചൊടിക്കപ്പെട്ട ഇന്ത്യൻ ചരിത്രം പഠിക്കേണ്ടി വന്ന നമ്മുടെ ഒരു അന്വേഷണത്തോരെ അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇനി നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും, കണ്ടെത്താൻ. ഒരുപാട് മാനവിക വിരുദ്ധമായ ഈ 2 പ്രത്യയശാസ്ത്രങ്ങളും ആധുനിക മനുഷ്യൻ ആർജിച്ച മാനവിക ബോധത്തെ അവരുടെ ഇരവാദത്തിന് ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ നിർമ്മിതികളെ നിഷ്കരുണം തള്ളിക്കളയണം എന്നത് മനുഷ്യത്വ ബോധമാണ്. ജനാധിപത്യ ബോധമുള്ള ആധുനിക പൗരൻ ചെയ്യണം. ഏതൊരു വസ്തുതയെ കാണുമ്പോഴും അതിലെ മനുഷ്യത്വം നമ്മൾ കാണണം. നമ്മൾ അടിസ്ഥാന പ്രശ്നം എന്താണ്, എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് എന്ന് കാണണം. എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് സദ്ദാം ഹുസൈനും മയ്യത്ത് നമസ്കാരം നടത്തിയത് കൊണ്ടോ, അതല്ലെങ്കിൽ ഒരുപാട് തീവ്രവാദികളെ രക്ഷപ്പെടുത്തിയത് കൊണ്ടോ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പാട്ടുപാടി നടന്നത് കൊണ്ടോ, യാസർ അറഫാത്തിനെ
ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒരുപോലെ ആദരിച്ചത് കൊണ്ടോ ഒന്നും ഈ രാജ്യം മതേതരം ആകാൻ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് രാജ്യം മനസ്സിലാക്കില്ല. കാരണം നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ലോകത്തിനറിയാം. ഇനി വരും തലമുറയെങ്കിലും കൃത്യമായി മനസ്സിലാക്കും. യാസർ അറഫാത്തിനെ പലസ്തീന്റെ വിമോചകൻ എന്ന് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ മതേതരന്മാരെന്നറിയപ്പെടുന്ന ഈ രാജ്യവിരുദ്ധർ ഘോഷിക്കുമ്പോൾ ഭീകര പ്രസ്ഥാനം എന്ന ആക്ഷേപം എങ്ങും കേൾപ്പിച്ചിട്ടില്ലാത്ത ലെനിനിസവും മാർക്സിസവും മാത്രം മുന്നിൽ പിടിച്ചു നിന്ന PLOയെ കുറിച്ച് നമ്മൾ അറിയണം. ഒടുവിൽ PLO എന്ന സംഘടന മനസ്സിലാക്കുന്നു, ഹമാസിനെ പോലെ, ഐസിസിനെ പോലെ, ലഷ്കർ ഇ തയ്ബയെ പോലെ, അൽ ഖ്വയ്ദയെ പോലെ ഭീകരരാകാതെ ഏറ്റവും ക്രൂരമായ രൂപത്തിലുള്ള ക്രൂരതകൾ ചെയ്ത്, ലൈംഗിക വൈകൃതങ്ങൾ ചെയ്ത് സ്ത്രീകളോടും കുട്ടികളോടും നമ്മുടെ കഴിവ് തെളിയിക്കാതെ നമുക്ക് ഈ ലോകത്തിൽ ഒരു സംഘടനയായി നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് PLOയെ ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഹമാസിനെ പോലെയുള്ള ആളുകളാണ്. 1967 ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നാസറിന്റെ ഈജിപ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ ജോർദാൻ, ഇവര് രണ്ടുപേരും ചേർന്ന് ഇസ്രായേലിനെ അങ്ങ് ഷേവ് ചെയ്യാൻ ചെന്നു. ഇസ്രായേലെ ചൂണ്ടുവിരലിൽ നിർത്തിയവരെ അവർക്കെതിരെ തിരിഞ്ഞ സകലമാന തലകളും കൊയ്തൊടുക്കി. ഒടുവിൽ നാസർ ആയുധം വെച്ച് കീഴടങ്ങി. ജോർദാന്റെ കയ്യിലിരുന്ന വെസ്റ്റ് ബാങ്ക് കൂടെ ഇസ്രായേലിന്റെ കയ്യിലാകുന്നു. ചിലര് പറയില്ലേ, പറ്റിക്കപ്പെടാൻ വേണ്ടി മാത്രം ഒരു ജന്മം, എന്നെ പറ്റിച്ചോളൂ എന്നും പറഞ്ഞ് തവള ചെന്ന് മസിൽ പിടിച്ചു നിൽക്കും പാണ്ടിലോറിയുടെ മുമ്പില്, അതുപോലെ അങ്ങോട്ട് കേറി ചെന്ന് കൊടുത്തതാ. ഒടുവില് ഒരു പ്രതീക്ഷയും ഇല്ലാതെ വെസ്റ്റ് ബാങ്ക് കൂടി ഇസ്രായേലിന് സ്വന്തമായി. അവരെ എതിർത്തിരുന്ന തലകളെയൊക്കെ കൊയ്തൊടുക്കി അടുക്കി വെച്ചിട്ട് വന്നോളാൻ പറഞ്ഞു. ഇപ്പോഴും അത് തന്നെയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഹിസ്ബുള്ളയാണെങ്കിലും, ഇനിയും ഇറാൻ, മറ്റവനങ്ങ് പോയല്ലോ ഇബ്രാഹിം റൈസി, പോട്ടെ, മറ്റവനുണ്ട് ഇപ്പോഴും, മറ്റവനോടെ ഉണ്ട്, എന്താണ് ഇപ്പോഴത്തെ ഇറാൻകാരനുണ്ടല്ലോ, അയാളുണ്ട് അവിടെ. അപ്പൊ അയാള് ഒരു കൊമേനി സർക്കാർ സ്വേച്ഛാധിപതിയാണ്. അയാൾ പിടിക്കുന്നിടം അയാൾക്ക് ജയിക്കണം. അവന് എർദോഗാൻ ലോക തീവ്രവാദത്തിന്റെ ഹബ്ബായി, നേതാവായി വാഴാൻ വേണ്ടി ആഗ്രഹിച്ചവൻ. ഇവന്മാരെല്ലാവരും ഇനി ഇവര് യമനികള് വന്നോ, ഹൂതികള് വന്നോ, ഇനിയും സിറിയയിൽ നിന്ന് ഐസിസ്, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരുന്നതാണ് എനിക്ക് നല്ലത് കേട്ടോ എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അല്ലാതെ അയ്യോ എല്ലാവരും കൂടി ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഇരവാദം ഉന്നയിക്കാൻ നെതന്യാഹു പോയിട്ടില്ല. എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇസ്രായേലിലെ ഇത്ര പേരെ വധിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം കാണിച്ച്, വീഡിയോ കാണിച്ചിട്ട് അവരുടെ ദയനീയ ചിത്രങ്ങൾ കൊത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അവർ ആത്മാഭിമാനമുള്ളവരാണ്. അതുകൊണ്ട് അവരിൽപ്പെട്ട ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുകയോ ഇവരാൽ പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ പോലും ആ വീഡിയോ ഇസ്രായേലിൽ പ്രദർശിപ്പിക്കില്ല. കാരണം അങ്ങനെ കാണാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്നും വിഭിന്നമാണ് പലസ്തീന്റെ കാര്യം. കാരണം പലസ്തീൻ പെയിന്റ് അടിച്ചിട്ടാണെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടാണെങ്കിലും ഡോളിനെ കുട്ടിയുടെ രൂപത്തിലാക്കിയിട്ടാണെങ്കിലും ഇവര് കരയും. കാരണം അറബ് രാജ്യങ്ങളിൽ നിന്നും തെണ്ടണം, അറബ് രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ആ ഭിക്ഷ വാങ്ങി വേണം ഇവർക്ക് ജീവിക്കാൻ. ഇസ്രായേലിയർക്ക് സ്വന്തം ചിറകിലാണ് വിശ്വാസം. ഇരിക്കുന്ന കൊമ്പുണങ്ങിയാലും അവർക്കത് പ്രശ്നമല്ല. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിന് കിട്ടില്ല, ജോർദാന്റെ കയ്യിലിരിക്കുമായിരുന്നു. പക്ഷേ ലക്ഷ്യം ഇവർക്ക് സമാധാനമല്ലല്ലോ. അങ്ങനെ യാസർ അറഫാത്തും PLOയും കൂടി വെസ്റ്റ് ബാങ്കിൽ നിന്ന് ജോർദാനിലേക്ക് മാറുന്നു. വീണ്ടും പലസ്തീനികളുടെ സമാധാനമാണ് ലക്ഷ്യമെങ്കിൽ അവിടെ മര്യാദയ്ക്ക് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോ പലസ്തീനികളുടെ, ഗാസയാണെങ്കിലും യൂനിസ് ഖാൻ ആണെങ്കിലും ഇവരുടെ ഒക്കെ സമാധാനം, സുരക്ഷ ഏറ്റെടുക്കേണ്ടത് ആരാ? ഹമാസ് ആണ്. അവർ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു. ചിലപ്പോൾ ഖജനാവ് കാലിയായിരിക്കും, പണം വേണ്ടി വരും, കുറച്ച് ആളുകളെ കൊല്ലേണ്ടി വരും. സ്വന്തം ജനതയെ പോലും കൊന്നിട്ടത് ഇസ്രായേലിന്റെ തലയിൽ കെട്ടിവെക്കാൻ മടിയില്ലാത്ത ആളുകളാണ് ഇവര്. എന്നിട്ട് അവര് മര്യാദയ്ക്ക് ഇരുന്നില്ല, അവിടെ ഇരുന്നിട്ട് ഇസ്രായേലിനെ വീണ്ടും ചൊറിയുന്നു. ഇസ്രായേല് വലിയ രൂപത്തിൽ ഒരു തിരിച്ചടി ഇത്തവണ ജോർദാനും PLOയും കൂടി ചേർന്ന് ഇസ്രായേലിനെ നേരിട്ടു. ഇസ്രായേലിന് കുറച്ച് നഷ്ടമുണ്ടായി എന്നുള്ളത് ശരിയാ. പക്ഷേ PLOയ്ക്ക് കൂടുതൽ ഉള്ളിലേക്ക് ജോർദാൻ ജനവാസ മേഖലയിലേക്ക് കയറി. അവിടെ ഇരുന്ന് PLO നടത്തുന്ന ഗോറില്ല അക്രമങ്ങൾക്ക് തിരിച്ചടി വരുന്ന സമയത്ത് ഞങ്ങൾക്കാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന ജോർദാൻ നിവാസികളും PLOയും തമ്മിലായി അടുത്ത യുദ്ധം. ബൈജുന് മനസ്സിലാക്കുന്നുണ്ടോ? കേൾക്കുന്നവർക്ക് ഏത് രൂപത്തിൽ മനസ്സിലാകുന്നത് എനിക്കറിയില്ല. അതായത്
ഇപ്പോ ജോർദാനും PLOയും ഒരുമിച്ച് നിന്നിട്ടാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത്. ഈ ഇസ്രായേല് തിരിച്ചടിക്കുന്ന സമയത്ത് PLOയും ജോർദാനും തമ്മിലായി അടുത്ത പ്രശ്നം. ഇപ്പോ സൗദി അറേബ്യക്ക് ഹമാസിനെ ഇല്ലാതാക്കിയേ തീരും. എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഖത്തറും UAEയും ഒക്കെ എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തിനാ? അവരുടെ സമാധാനമാണ് അവരുടെ ലക്ഷ്യം. കാരണം ഈ ഹമാസിനെ വളരാൻ അനുവദിക്കരുത് എന്നത് അവരുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യണം, എങ്ങനെയെങ്കിലും ഇസ്രായേൽ ഒന്ന് അവരെ നശിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് കരുതിയിരിക്കുന്ന രാജ്യങ്ങളാണ് അവര്. പക്ഷേ അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് ഈ മതബോധം. കാരണം യമന്റെ ആളുകളാണല്ലോ. അതുകൊണ്ട് ഇസ്രായേല് തിരിച്ചടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ സന്തോഷിക്കുവാൻ, ഇവന്മാർ ഈ ലോകത്തൊന്നും ഇല്ലാതായി കിട്ടട്ടെ എന്നുള്ളതാണ്. യമനും സൗദിയും തമ്മിൽ മുമ്പേ ഉണ്ട് ഈ യുദ്ധം. എന്നിട്ട് ഇസ്രായേലിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് PLOയും ജോർദാനും ഒക്കെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഒരു തിരിച്ചടി, രണ്ടും തകർന്ന് തരിപ്പണമായി. ജോർദാനില് സ്വന്തമായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാക്കുന്നു PLO, ടാക്സ് പിരിവ്. ജോർദാൻ രാജാവ് ഹുസൈൻ സമാധാനപരമായി ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്നു. കാരണം കിട്ടിയ അടി കുറച്ച് രൂക്ഷമായി പോയി. ഇനി ആയുധവും വെച്ചിട്ടൊന്നും ഇറങ്ങണ്ട, ഇസ്രായേലിനോട് വെല്ലുവിളിച്ചിട്ടൊന്നും പോകണ്ട, യുദ്ധമൊന്നും പ്രഖ്യാപിക്കണ്ട. വിപ്ലവം തലയ്ക്ക് പിടിച്ച് PLO എന്ന് പറയുന്ന തീവ്രവാദികൾ സിവിൽ വാർ നടത്തി ഹുസൈനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. കാരണം എന്താ? ആയുധം എടുക്കണ്ടെന്ന് ഹുസൈൻ പറഞ്ഞുപോയി. സമാധാനപരമായി ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം, സംസാരിച്ച് പരിഹരിക്കാം, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ഈ ഹുസൈൻ പറഞ്ഞതിന്റെ പേരില് സമാധാന ജീവിതമാണ് ഇവർക്ക് ലക്ഷ്യമെങ്കില് ജോർദാനിൽ ഒരു ആഭ്യന്തര യുദ്ധം നടത്തേണ്ട കാര്യമുണ്ടോ? ഇവർക്ക് ഒരു കാലത്തും സമാധാനമായിരുന്നില്ല ലക്ഷ്യം. ഇനിയും അറേബ്യൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ സമാധാന പ്രിയനായിരുന്നു. എന്ത് സമാധാനമാണ് പ്രവാചകൻ മക്കയിലും മദീനയിലും സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ എല്ലാം ഗോത്രങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പറമ്പിലെ കന്നുകാലി, എന്റെ വീട്ടിലെ കന്നുകാലി അപ്പുറത്തെ വീട്ടിന്റെ പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം. അങ്ങനെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവരോട് ആയുധമെടുത്ത് യുദ്ധം ചെയ്യാനും അപരന്റെ തല കൊയ്യാനും ആണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്നിട്ട് ഹുസൈനോട്, ഇസ്രായേലിനോട് ആയുധമെടുത്ത് തന്നെ മതി യുദ്ധം എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പിന്നീട് ലോകം മുഴുവനും ഹുസൈനും ജോർദാനും ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തുമെന്ന് വിധിയെഴുതി. ഹുസൈനെതിരെ ഒരുപാട് വധശ്രമങ്ങൾ നടന്നു. ഹുസൈൻ അതിനെയൊക്കെ അതിജീവിച്ചു. പിന്നീട് സിറിയയും PLOയുടെ കൂടെ ചേർന്ന് ഇവരങ്ങനെ. ഇപ്പോ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചോ? ആരും വരില്ല. ഒരു മുസ്ലിമും വേറൊരു മതസ്ഥനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചോ? ഈ മുസ്ലിമിന്റെ കൂടെ ഒരുപാട് മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന കാണാം. എക്സാമ്പിള്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു വണ്ടി ആക്സിഡന്റിലാകട്ടെ, ഇവന്റെ മതം നോക്കി ഇവരോടൊപ്പം ആളുകൾ കൂടി ചേർന്നത് കാണാം. അതുപോലെ സിറിയ ഒരു അവസരം നോക്കിയിരിക്കുമായിരുന്നു. ആ സമയത്താണ് PLOയുടെ കൂടെ ചേർന്നു. പക്ഷേ ആ ആഭ്യന്തര യുദ്ധത്തിൽ ജോർദാനാണ് ജയിച്ചത്. അങ്ങനെ അറഫാത്തിനെയും കൂട്ടരെയും ഒക്കെ ഇറക്കി വിട്ടു. ബ്ലാക്ക് സെപ്റ്റംബർ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അടിച്ചു നോക്കിയാൽ എന്താണ് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇവരുടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഈ മണ്ണില്. റഷ്യ ഉക്രൈൻ യുദ്ധം വന്നു, നമ്മൾ കണ്ടു. ഒരു ഉക്രൈൻ പട്ടാളക്കാരൻ പോലും റഷ്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടില്ല. അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടില്ല. കുട്ടികളെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്തു കൊന്നിട്ടില്ല. പച്ചയ്ക്ക് കത്തി വെച്ചിട്ട് മുറിച്ചിട്ടില്ല ഒരു മനുഷ്യരെയും. പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടില്ല. പാൽമണം മാറാത്ത പൊടി പൈതലുകളെ തട്ടിക്കൊണ്ടുപോയി വിലപേശിയിട്ടില്ല. വൃദ്ധരായ ആളുകളെ ബന്ധികളാക്കി തുരങ്കത്തിൽ വെച്ച് അധോലോകത്ത് ഒളിപ്പിക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ വെള്ളം കൊടുക്കാതെ കൊല്ലുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും ഉക്രൈനിലേക്ക് അധിനിവേശം നടത്തി ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനെടുത്ത, ഇപ്പോഴും ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ അഭയാർത്ഥികളാക്കിയ രക്തരക്ഷസായ വ്ളാഡിമിർ പുടിന് നിറയെ ആരാധകരുള്ള നാടാണ് ഈ കേരളം. ഈ കേരളത്തിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. എപ്പോഴും വേട്ടക്കാർക്ക് വീരപരിവേഷം നൽകുക, ഉക്രൈൻ ജനതയെ കൊന്നൊടുക്കുന്ന പുടിനെ വാഴ്ത്തുന്നതില് നമ്മുടെ ഇടതനും വലതനും മുസ്ലിം സംഘടനകളും ഒക്കെ ഒറ്റക്കെട്ടാണ്. അതിൽ നിന്ന് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ശശി തരൂര് ചിലപ്പോൾ വ്യത്യസ്തനായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം ശശി തരൂര് പറഞ്ഞു ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ്. അതേപോലെ തന്നെ സുരേഷ് ഗോപിയും പറഞ്ഞു ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ്. ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ
ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി 1400-ൽ പരം സാധാരണ മനുഷ്യരെ അതിനിന്ദ്യമായ നികൃഷ്ടമായ ഭീകരപ്പെടുത്തുന്ന രൂപത്തിൽ കൊലപ്പെടുത്തി. ആ സംഗീത പരിപാടി ആസ്വദിച്ചു എന്നൊരൊറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. വളഞ്ഞിട്ട് ഗുരുതരമായി വെട്ടിക്കൊന്നു, വെടിവെച്ചു കൊന്നു, അടിച്ചു കൊന്നു. കൂട്ടത്തിലെ ഒരു കൊലയാളി കൊല ചെയ്തതിൽ ഭയങ്കര സന്തുഷ്ടനായി പിതാവിന് വാട്സപ്പ് കോൾ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഡാഡ്, എന്റെ കൈകളും ശരീരവും നിറയെ ജൂതനാറികളുടെ രക്തമാണ് ഡാഡ്. ഈ കൈകൾ കൊണ്ട് കുറേയേറെ കാഫിറുകളെ ഞാൻ തട്ടി. ജൂതപ്പട്ടികളെ കൊലപ്പെടുത്തിയ വിവരം ചൂടോടെ ഡാഡിയെ അറിയിക്കാനാണ് ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് ഡാഡിയുടെ ഉറക്കം കളഞ്ഞ് വിളിച്ചുണർത്തുന്നത്. ഇവരിലാണോ മനുഷ്യത്വമുള്ളത്? ഇവരിൽ എവിടെയാണ് മനുഷ്യത്വം ഉറങ്ങിക്കിടക്കുന്നത്? മതം മാത്രമാണ് ഇവരുടെ ഉച്ചി മുതൽ ഉള്ളം കാലുവരെ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണം മതം മാത്രമാണ്. ആ വാപ്പ തിരിച്ചു പറയാണ്, ഓ സന്തോഷമായി മോനെ, ഐ എം വെരി പ്രൗഡ് ഓഫ് യു. നിന്റെ ധീര പ്രവൃത്തികൾ അള്ളാഹു നോട്ട് ചെയ്തിട്ടുണ്ട്, അവൻ നിന്നെ അനുഗ്രഹിക്കും. ഈ അള്ളാഹുവിനെ കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പേ വലിച്ചെറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും സന്തുഷ്ടമായ ഒരു നിമിഷം. കാരണം മനുഷ്യൻ പരസ്പരം രക്തം ചിന്തുമ്പോൾ, സ്ത്രീകളും കുട്ടികളും ജീവനു വേണ്ടി വിലപിക്കുമ്പോൾ, യാചിക്കുമ്പോൾ, ജീവനു വേണ്ടി ഇവരിങ്ങനെ ചക്രശ്വാസം വലിക്കുന്നു. മരണം മുമ്പിൽ കണ്ട ഭീതികരമായ സാഹചര്യത്തെ കണ്ട് മലക്കുകളാൽ താങ്ങിയിരുത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്ന് ഈ ദൃശ്യം കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന അള്ളാഹുവിനെ കാരുണ്യവാൻ എന്ന് വിളിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. എന്നിട്ട് ഉച്ചവെളുപ്പാങ്കാലത്ത് സ്വന്തം വീടിനുള്ളില് ഒന്നും അറിയാതെ കിടന്നുറങ്ങിയിരുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നിർദ്ദയം കൊലപ്പെടുത്തിയതിന് മോനെ അഭിനന്ദിച്ച ആ നെറികെട്ട മതഭ്രാന്തനായ ആ പിതാവിന്റെ മതവൈകല്യമുണ്ടല്ലോ, മനോവൈകൃതമുണ്ടല്ലോ, അത് ഏറ്റുപിടിച്ച വലിയ ഒരു വിഭാഗം കേരള ഹമാസാണ് ഇന്നത്തെ പുരോഗമന മലയാളികൾ അല്ലെ. വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് അൽ-ഖ്വയ്ദ ഭീകരൻ വിമാനമിടിച്ചു കയറ്റിയ രംഗം കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ച് ബലേ ഭേഷ് എന്ന് കൈയടിച്ച ഈ കൂട്ടർ ബിൻ ലാദൻ ചത്തുപോയപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് കുറേയേറെ വിലാപ കാവ്യങ്ങൾ ഇവരാരെ കാണിക്കാണ്? ഒക്ടോബർ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഒരു കൊടും ഭീകരൻ ഇവിടുത്തെ ഒരു ഇസ്ലാമിക സംഘടനയുടെ മീറ്റിംഗില് ഓൺലൈനിൽ ലൈവായി പ്രസംഗം നടത്തുന്നു. ജൂതരെ മൊത്തത്തിൽ തന്നെ തീർത്തു കളയണമെന്ന് ഗീർവാണമിളക്കുന്നു. ആ നരാധമൻ കാണികളിൽ ആവേശ തിരമാലകളാണ് തീർത്തത്. അയാളെ നമുക്ക് ഖാലിദ് മിഷേൽ എന്ന് വിളിക്കാം. ഈ വിർച്വൽ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെ നമുക്ക് മലബാർ എന്ന് വിളിക്കാം, മലപ്പുറം എന്ന് വിളിക്കാം. ഇത് നടക്കുന്ന സംസ്ഥാനത്തെ നമുക്ക് കേരളം എന്ന് വിളിക്കാം. ആ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ നമുക്ക് പിണറായി വിജയൻ എന്ന് വിളിക്കാം. ആലോചിക്കണം. ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഒരു സംഘം പാകിസ്ഥാനി പട്ടാളക്കാർ ജമ്മുവിലേക്ക് നുഴഞ്ഞു കയറി വന്ന 1000-ൽ പരം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയാൽ ഇന്നത്തെ നരേന്ദ്രമോദി ക്ഷമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നത്തെ നരേന്ദ്രമോദി 2-3 ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്കൊന്ന് ആലോചിച്ച് തീരുമാനിക്കാം എന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു പക്ഷേ നെഹ്റു ആണെങ്കിലോ രാജീവ് ഗാന്ധി ആണെങ്കിലോ അങ്ങനെ ചിന്തിച്ചേക്കാം. ഗാന്ധിസം പിന്തുടരുന്ന രാഹുൽ ഗാന്ധി ആണെങ്കിൽ അവർക്കൊന്ന് പുറത്തു കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കലി അടങ്ങിയെങ്കിൽ നിങ്ങൾ അങ്ങ് നിന്നു കൊടുക്കുമെന്ന് പറഞ്ഞേക്കാം. കാരണം ഗാന്ധിസമാണ്, ശീതസമരത്തിന്റെ ആളുകളാണ്. പിറ്റേ ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ ഇന്നത്തെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതറിയുന്ന സ്പോട്ടിൽ തന്നെ പട്ടാളക്കാർക്ക് അനുമതി നൽകും. ഇന്ത്യ പാകിസ്ഥാനെ നേരം വെളുക്കുന്നതിനു മുമ്പ് ഈ കൊന്ന ഇന്ത്യൻ പട്ടാളക്കാരെക്കാൾ, ഈ കൊല്ലപ്പെട്ട പട്ടാളക്കാരെക്കാൾ 10 ഇരട്ടി ആളുകൾ പാകിസ്ഥാനിൽ മരിച്ചു വീഴും. ഒരു സംശയവുമില്ല. കാരണം ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. ഈ ഭാരതം സമാധാനമാണെങ്കിൽ അങ്ങേയറ്റം സമാധാനം, അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ അങ്ങനെ തന്നെ ഷഠനോട് ഷാഠ്യം തന്നെ പറ്റുള്ളൂ. ഇസ്രായേലും ഇത് തന്നെയേ ചെയ്തിട്ടുള്ളൂ. വലിയ ലോക സമാധാനമൊക്കെ പറയുന്ന ഏത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായാലും ശരി, പുട്ടിൻ കയറി അടിക്കുമോ എന്ന് പേടിച്ച് ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഓടിച്ചെന്ന് നാറ്റോയിൽ അംഗത്വം എടുത്ത് നമ്മൾ കണ്ടില്ലേ?
ഗാസയിലെ ഭരണകൂടമാണ് ഹമാസ്. അവരാണ് ആ ജനതയെ സംരക്ഷിക്കേണ്ടത്. അവരുടെ സൈനികരാണ് ഇസ്രായേലിൽ കയറി സാധാരണക്കാരായ ആളുകളെ കൂട്ടക്കൊല നടത്തിയത്. ആ കൊലയാളികൾക്ക് പൂച്ചെണ്ടും ലഡ്ഡുവും കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ, ഈ ലാദനിസ്റ്റുകൾ, സദ്ദാം ഹുസൈനിസ്റ്റുകൾ ഇവരൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. പറയാനുള്ളത് ഏത് തന്തയാണെങ്കിലും ശരി, തന്തയില്ലാഴുകയാണ് കാണിക്കുന്നതെങ്കിൽ മുഖത്ത് നോക്കി പറയും, അപ്പൊ അത് ശരിയല്ല കേട്ടോ, അപ്പൊ അതില് ഇന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ചിലപ്പോൾ വാപ്പ അടിക്കുമായിരിക്കും. പറയാനുള്ളത് ഏത് തന്തയുടെ മുഖത്ത് നോക്കി പറയും. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓടി രക്ഷപ്പെടാൻ പറ്റില്ല, ഇരവാദം ഉന്നയിച്ചു വന്ന് കരയാൻ പറ്റില്ല, മറ്റു രാജ്യങ്ങളോട് അഭിപ്രായം ചോദിച്ച് കാത്തിരിക്കാൻ പറ്റില്ല. ഒന്ന് കൂടി ആലോചിച്ച് ക്ഷമിച്ചവർ എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന സാഹചര്യങ്ങളൊന്ന് പഠിക്കാൻ ഒന്നും പറ്റില്ല. അയാൾ എന്താ ചെയ്തത്? ഇസ്രയേലിനെ സുരക്ഷിതമാക്കാൻ, ഇസ്രയേലിലെ ഒരു പട്ടാളക്കാരന്റെ ജീവനാണ് ഹമാസ് തീവ്രവാദികൾ എടുത്തിട്ടുണ്ടെങ്കിൽ 9,000 ജീവൻ എടുക്കാനുള്ള സൈനിക ബലവും ആയുധ ബലവും സാമ്പത്തികവും അതുപോലെ യുദ്ധതന്ത്രവുമുള്ള ഇസ്രയേലിന് കാത്തിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഹമാസിന്റെ പോരാളികൾ എന്ന്, ഹമാസിനെ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിന്റെ മക്കളുണ്ടല്ലോ, അറിയണം, ഹമാസിനെ ഓരോ ധീര യോദ്ധാക്കളുടെയും വീട്ടിൽ കയറി അവനെയൊക്കെ വെടിവെച്ചു കൊന്ന പാരമ്പര്യമാണ് ഇസ്രായേലിനുള്ളത്. ജൂതനോട് ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്ന ആളുകൾക്ക് സ്വർഗമാണെങ്കിൽ അവിടെ 5 സ്റ്റാർ ഫെസിലിറ്റീസും 72 മാദക റാണികളെയുമാണ് വച്ചിരിക്കുന്നതെങ്കിൽ ഇവനൊക്കെ എന്തിനാണ് തുർക്കിയിലേക്കും ഇറാനിലേക്കും ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നത്? എന്തിനാണ് ടണലുകളിലേക്ക് പോയി ഒളിച്ചിരിക്കുന്നത്? അങ്ങ് തല നീട്ടി കൊടുത്താൽ പോലെ ഇസ്രായേൽ കൊന്നുകഴിഞ്ഞാൽ നിനക്കൊക്കെ സ്വർഗം കിട്ടത്തില്ലേ? നിന്നെ പോലെയുള്ള കുറെ എണ്ണം ചത്തൊടുങ്ങിയാൽ തന്നെ ഈ ലോകത്ത് സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് 40,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടാലും ശരി 200 ബന്ധികളെ വിട്ടുകൊടുക്കില്ല എന്നായിരുന്നു ഖത്തറിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഹമാസിന്റെ സുൽത്താനായ ഇസ്മായിൽ ഹനിയ പറയുന്നത്. ആലോചിക്കണം, 40,000 ഞങ്ങളുടെ സൈനികരെ നിങ്ങൾ കൊന്നോ, 200 ബന്ധികളെ വിട്ടുതരില്ല. ഇസ്രായേൽ നേരെ വിപരീതമാണ്. ഞങ്ങളുടെ സൈനികരിൽപ്പെട്ട ഒരു സൈനികൻ പലസ്തീനിന്റെ ജയിലിലുണ്ടോ, വിട്, നിങ്ങളുടെ 10,000 ആളുകളെ ഞങ്ങൾ വിട്ടുതരാം. കാരണം ഇസ്രായേലിനു വേണ്ടി ജീവൻ പണയം വെച്ച് പൊരുതാൻ ഉറച്ചിരിക്കുന്ന ആ ഒരു ആർമിക്കാരനുണ്ടല്ലോ ഇസ്രായേലിന്, 20,000 പലസ്തീനികൾക്ക് തുല്യമാണ് ആ ഒരു പട്ടാളക്കാരൻ. കാരണം ചതിക്കില്ല. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചോരയാണ് തന്റെ സിരകളിലൂടെ ഓടുന്നത് എന്ന് മനസ്സിലാക്കി ആ ഇസ്രായേലിനു വേണ്ടി അവസാന ശ്വാസം വരെയും കയ്യിൽ കിട്ടുന്നത് കല്ലും കവണയുമാണെങ്കിൽ അതെടുത്തിട്ടാണെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി അവർ പൊരുതും. ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ നിങ്ങൾ കൊല്ലപ്പെട്ടത്തുള്ളെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ഒരിക്കലും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ആരോടും അങ്ങോട്ട് കയറി വലിയ വരില്ല, ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടത്തുമില്ല. ചില്ലറ റോക്കറ്റ് വിക്ഷേപണമൊന്നും അല്ലല്ലോ കാണിച്ചത്. ടെല്ലവീവിലേക്ക് എന്തായിരുന്നു ചെയ്തത്? കേരള ഫാൻസിന് ഇതുപോലെ ഒരു കോൾമയർ കൊള്ളിച്ച ഒരു സംഭവം വേറെയില്ല. ഹമാസ് ഒക്ടോബർ 7-ാം തീയതി കൂട്ടക്കൊലയിലൂടെ പലസ്തീൻ ജനതയെ ഒറ്റിക്കൊടുത്തത് കേട്ടില്ലേ? അപ്പോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഒക്ടോബർ 7-ാം തീയതി കേരള ഘടകം ഭയങ്കര ഉൾപ്പുളകിതരായിരുന്നു. കാരണം അത്രയും ജൂതന്മാരെ കൊന്നല്ലോ. ആ ഒക്ടോബർ 7 മുതൽ ഒക്ടോബറായി, നവംബറായി, ഡിസംബറായി, ജനുവരിയായി, ഫെബ്രുവരിയായി, മാർച്ചായി, ഏപ്രിലായി, മെയ്യായി, ജൂണായി, ഇതുവരെ പിന്നീട് അവർക്ക് സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇതാണ് ജൂതന്റെ പക. ഇതാണ് ജൂതനൊന്ന് തിരിഞ്ഞു നിന്നാൽ പിന്നീട് നിങ്ങൾക്ക് ഓടുകയല്ലാതെ മാർഗമില്ല. കാരണം അവരോട് എതിരിടാൻ പറ്റില്ല. ഒറ്റ ദിവസത്തെ ഏതാനും നൈമിഷികമായ സന്തോഷത്തിന് വേണ്ടി അവരാ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് പോലും ജൂതന്റെ പകയടങ്ങുന്നില്ല. അവസാനത്തെ ഹമാസ് തീവ്രവാദിയെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞതെന്താ? പിന്നീട് എപ്പോഴെങ്കിലും ഹമാസ് ഘടകത്തിന് സന്തോഷിക്കേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, നെഞ്ചിലിടിച്ച് നിലവിളിയാ. കാരണം ഞങ്ങൾ ഇതാ കുട്ടികളെ ആക്രമിക്കുന്നു, സ്ത്രീകളെ ആക്രമിക്കുന്നു, ഇതൊക്കെ കൊടുത്തു വാങ്ങിച്ചതാണ്.
നമ്മൾക്കറിയാം ആധുനിക കാലത്തെ യുദ്ധ തന്ത്രങ്ങളെ കുറിച്ചും അതല്ലെങ്കിൽ യുദ്ധ ചതികളെ കുറിച്ചും ഒക്കെ ഇസ്ലാമിക യുദ്ധ ചതികളെ കുറിച്ച് നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ആയുധങ്ങളും മിസൈലുകളായാലും അതല്ലെങ്കിൽ യന്ത്ര തോക്കുകളായാലും ഒരുപാട് ആധുനിക ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഇസ്രയേലായാലും പലസ്തീനായാലും മറ്റ് ഒട്ടേറെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ആ ഒരു ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ, ഇസ്ലാമിക സംഘടനകളുടെ ആക്രമണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് 1921 എന്ന് പറയുന്ന വർഷത്തിൽ ആ കാലത്തെ മാരക ആയുധങ്ങൾ തന്നെയായിരുന്നു കുന്തവും വാളുകളും വടിവാളുകളും മറ്റു വെട്ടുകത്തികളും. ഇതൊക്കെ വെച്ചുകൊണ്ട് അന്ന് എന്തായിരുന്നു വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു മഹാദുഷ്ടൻ, ഒരു കൊടും ഭീകരവാദി. ഇന്നത്തെ കാലത്ത് അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഐസിസിന്റെ അതല്ലെങ്കിൽ അൽ ഖ്വയ്ദയുടെ ഹമാസിന്റെ ഒക്കെ തലവനാക്കി അയാളെ അവരോധിക്കപ്പെടുമായിരുന്നു എന്നുകൂടി യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അയാൾക്ക് വേണ്ടി ഒരു സ്മാരകം ഓൾറെഡി മലപ്പുറത്തിന്റെ മണ്ണിൽ ഓൾറെഡി ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്മാരകം ചോക്കാട് എന്ന് പറയുന്ന മലപ്പുറത്ത് തന്നെയുള്ള സ്ഥലത്ത് 50 സെന്റോളം സ്ഥലത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനടക്കമുള്ള നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ അടച്ച നികുതി കാശ് എടുത്തുകൊണ്ടാണ് സർക്കാർ അതിന് വകമാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഐസിസ് തലവന്മാർ, ഇസ്ലാമിക കൊടും ഭീകരന്മാരെ ഇവിടെ വലിയ മാർപ്പാപ്പമാരായി അതല്ലെങ്കിൽ വലിയ മനുഷ്യ സ്നേഹികളായി വെള്ളരിപ്രാവുകളാക്കി മാറ്റുന്ന ഈ ആധുനിക യുദ്ധവും പഴയ കാലത്തെ 100 വർഷങ്ങൾക്ക് മുൻപുള്ള ആ യുദ്ധവും നടത്തുമ്പോൾ അതിലെ വീര ഇതിഹാസ കഥാപാത്രങ്ങളായി ഏറ്റവും കൊടും ഭീകരന്മാരായിട്ടുള്ള ഈ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ്മാരെയൊക്കെ ഇന്നിപ്പോൾ ഇവിടെ അത്ര കൊണ്ട് വർണ്ണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അവരോധിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാടുകളിൽ കൃത്യമായിട്ടും പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും. ഇവിടെയുള്ള കാഫിർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കണ്ണ് എന്തെങ്കിലും ഒരു ഇത്തിരി വെട്ടം അടിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ തലച്ചോറിൽ ഇത്തിരി ചിന്താ ശകലങ്ങൾ ഉദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ പരതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോകൾക്ക് അടിയിലൊക്കെ വരുന്ന തെറികൾ, പച്ച തെറികൾ ഏതൊക്കെ രീതിയിലാണ് ഇസ്ലാമിക മദ്രസ സംസ്കാരം വെച്ചുകൊണ്ട് ഇവന്റെയൊക്കെ കിതാബിലെ സംസ്കാരം വെച്ചുകൊണ്ട് ഇവന്റെയൊക്കെ മഹോന്നതന്റെ സംസ്കാരം വെച്ചുകൊണ്ട് നമ്മളെയൊക്കെ ആക്ഷേപിക്കുന്നത് എന്ന് കൃത്യമായിട്ടും അറിയുന്ന ആളുകൾ തന്നെയാണ്. നമ്മൾക്ക് കൃത്യമായിട്ടും ഇവരുടെ ഈ വായിലിരിക്കുന്നത് കേൾക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നിരിക്കാം. ഇത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് 1921 വാരിയംകുന്നന്മാരായിട്ട് ഇന്ന് വാരിയംകുന്നന്റെ ആരാധകരായി മാറിയിട്ടുള്ള കേരളത്തിലെ ഈ ബഹുഭൂരിപക്ഷം വരുന്ന എന്ന് തന്നെ പറയേണ്ട രീതിയിലേക്ക് മുസ്ലിം സമൂഹം മാറുന്നു. അവരുടെ ധീര ഇതിഹാസ കഥാപാത്രമായി വാരിയംകുന്നന്മാർ മാറുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അൽ ഖ്വയ്ദ തലവന്മാർ മാറുന്നുണ്ടെങ്കിൽ ഹമാസിന്റെ തലവന്മാർ അവർക്ക് വീരോധിഹാസ നായകന്മാരായി മാറുന്നുണ്ടെങ്കിൽ അവിടെ ചിന്തയോടുകൂടി കൃത്യമായി കണ്ണു തുറന്നുകൊണ്ട് തന്നെ നിങ്ങൾ കാണേണ്ടതുണ്ട്. നിങ്ങളിലേക്ക് മാക്സിമം ചൊറിയാതെ വഴിയിലൂടെ ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും എത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ തൽക്കാലം നമുക്ക് ടീച്ചറുടെ അനുമതിയോടുകൂടി തന്നെ വൈൻഡപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അതുവരെ തൽക്കാലം നാളെ സന്ധിക്കും വരെ വീണ്ടും വണക്കം, ഗുഡ് നൈറ്റ്.